മീറ്റിംഗിലേക്ക് നിങ്ങൾക്ക് ഓരോരുത്തർക്കും സ്വാഗതം. എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും, പ്രത്യേകിച്ച് KBC ചെയർമാൻ ആയ നമ്മുടെ മനോജ് സാറിനും, മിനി മാം, സാരംഭ മാം, അതേപോലുള്ള എല്ലാ ഗ്രേറ്റ് ലീഡേഴ്സിനും ഈ സൂം മീറ്റിംഗിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മളുടെ കമ്പനിയും അതേപോലെ തന്നെ നമ്മൾക്ക് മുന്നേ നടന്ന സാഗർ ജോഷി സാറുമായിട്ടുള്ള ഒരു മീറ്റിംഗ്, അതിൽ സാറ് വളരെ വ്യക്തമായിട്ട് പറഞ്ഞു തന്ന് ആ ഇൻകം പ്ലാൻ എല്ലാവരും ആക്സെപ്റ്റ് ചെയ്തതാണ്. അപ്പൊ അത് എങ്ങനെയെന്ന് കുറെ കൂടെ വിശദമായിട്ട് നമ്മളുടെ മനോജ് സാർ ഏറ്റവും വ്യക്തമായിട്ട് നമുക്ക് പറഞ്ഞു തരാനാണ് ഇന്ന് നമ്മൾക്ക് ശ്രമിക്കുന്നത്. അപ്പൊ നിങ്ങൾ എല്ലാവരും ഒരു ബുക്കും പേനയും എടുത്ത് അത് കേൾക്കാനും എഴുതിയെടുക്കാനും ശ്രദ്ധിക്കുക. അതിനുശേഷം ഡൗട്ട് ഉള്ളത് നിങ്ങളുടെ ഗ്രേറ്റ് ലീഡേഴ്സുമായിട്ട് ഡിസ്കസ് ചെയ്ത് അത് കംപ്ലീറ്റ് ചെയ്യുക. അപ്പൊ നമ്മളുടെ ഗ്രേറ്റ് മെന്ററും അതേപോലെ തന്നെ അഭ്യുദയകാംക്ഷിയുമായ നമ്മുടെ മനോജ് സാറിനെ നമുക്ക് ഈ സൂം മീറ്റിംഗിലേക്ക് വെൽക്കം ചെയ്യാം. പ്ലീസ് മനോജ് സാർ, വെൽക്കം. താങ്ക് യു സോ മച്ച്. താങ്ക് യു ബിബി മാഡം. ഗുഡ് മോർണിംഗ് ലീഡേഴ്സ്, എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിക്കുന്നു, വിജയാശംസകൾ നേരുകയാണ്. ഇന്നത്തെ സുപ്രഭാതം നമുക്ക് സമ്മാനിച്ച ദൈവത്തിനോട് ഒരു മിനിറ്റ് പ്രാർത്ഥിച്ച് നമുക്ക് പ്രോഗ്രാം ആരംഭിക്കാം. ഒരു മിനിറ്റ് എല്ലാവരും കണ്ണടച്ച് പ്രാർത്ഥിക്കും. ഓക്കെ, താങ്ക് യു സോ മച്ച്. ഓരോ സുപ്രഭാതങ്ങളും ഓരോ പുനർജന്മങ്ങളാണ് എന്ന് നമ്മൾ പറയാറ്. രാത്രി 10 മണിക്കോ 11 മണിക്കോ നല്ല സുഖനിദ്രയിലേക്ക് അല്ലെ, അറിയാതെ നമ്മുടെ ശരീരത്തെ ഒരുക്കുന്ന ഈ പ്രകൃതി ഒന്നും അറിയില്ല. നല്ല ഉറക്കാണെങ്കിൽ നമ്മളൊന്നും അറിയില്ല അല്ലെ. രാവിലെ എഴുന്നേൽക്കുമ്പോൾ പുതിയൊരു ജന്മമാണ്. ചിലപ്പോ ആ ഉറക്കത്തിൽ തന്നെ നമ്മളെ വിട്ടുപോകുന്ന എത്രയോ ആളുകളെ കുറിച്ച് നമ്മൾ കേട്ടിട്ടുണ്ട്, നമുക്ക് അനുഭവ സമ്പത്ത് ഉണ്ടായിരിക്കണം. അതിനെല്ലാം വ്യത്യസ്തമായിട്ട് ഇന്നും ഊർജ്ജസ്വലതയോട് കൂടിയിട്ട്, ആവേശത്തോട് കൂടിയിട്ട്, പ്രത്യാശയോട് കൂടിയിട്ട് ഈ സുപ്രഭാതം ധന്യമാക്കി തരാനും ഈ പ്രോഗ്രാമിൽ കൃത്യസമയത്തിൽ പങ്കെടുക്കാനും നമുക്ക് സാധിച്ചതിൽ ഒരിക്കൽ കൂടി ദൈവത്തിന് നന്ദി രേഖപ്പെടുത്തിക്കൊണ്ട് എല്ലാവരെയും ഈ പ്രോഗ്രാമിലേക്ക് ഞാൻ ഹാർദമായി ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്യുകയാണ്. ഇന്നത്തെ അജണ്ട ഇവിടെ നേരത്തെ സൂചിപ്പിച്ചു കഴിഞ്ഞു. നമ്മുടെ പുതിയ ഇൻകം പ്ലാനിനെ കുറിച്ചാണ്. എങ്ങനെ നമുക്ക് കൂടുതൽ വരുമാനം നേടാൻ വേണ്ടി സാധിക്കും എന്നതിനെ കുറിച്ചുള്ള വളരെ വ്യക്തമായ ഒരു എക്സ്പ്ലനേഷൻ നമ്മുടെ പ്രിയപ്പെട്ട സാഗർ ജോഷി സാർ കഴിഞ്ഞ ദിവസം നമുക്ക് സൂമിൽ തന്നിരുന്നു. അത് കുറെ ആളുകൾക്ക് മനസ്സിലായിട്ടുണ്ട്. പല ആളുകൾക്കും പല സംശയങ്ങളുണ്ട്. ആ സംശയം ക്ലിയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ടാണ് ഇന്ന് ഈ പ്രോഗ്രാം ഞാൻ കാലത്ത് തന്നെ വെച്ചിരിക്കുന്നത്. പലരും എന്നെ വിളിച്ചു ചോദിച്ചിരുന്നു പല കാര്യങ്ങൾക്കുമായിട്ട്. അതുകൂടാതെ ഇന്നലെ രാത്രിയും സാഗർ സാറിന്റെ ഒരു സൂം മീറ്റിംഗ് ഉണ്ടായിരുന്നു. പ്രധാനപ്പെട്ട കേരളത്തിലുള്ള ടോപ്പ് അച്ചീവേഴ്സ് എല്ലാം ആ പ്രോഗ്രാമിൽ പങ്കെടുത്തിരുന്നു. അതുകൂടാതെ ഇന്ന് രാത്രി നാഷണൽ സൂം മീറ്റിംഗ് കൂടി ഉണ്ടാവും. അതും കൂടി കഴിഞ്ഞതിന് ശേഷം നാളെ 2-ാം തീയതിയാണ് നമ്മുടെ ഈ പുതിയ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. അപ്പൊ ഇന്നുകൂടി നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഇന്നുകൂടി നമുക്ക് പഴയ രീതിയിലുള്ള ആ പ്ലാനിന് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഷർട്ട് ഇട്ടിട്ട് എല്ലാവരും വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ നിങ്ങളുടെ സ്റ്റീൽ ബോഡി പലരും കാണും. ഷർട്ട് ഇടാത്തവര് വീഡിയോ ഓൺ ആക്കാതിരിക്കുക. ഏതോ ഒരു സുഹൃത്ത് ഷർട്ട് ഇടാതെ വീഡിയോ ഓൺ ആക്കിയിട്ടുണ്ട്, വീഡിയോ ഓഫ് ചെയ്യുക. എന്നിട്ട് ഷർട്ട് ഇടുന്നത് നല്ലതായിരിക്കും. ഓക്കെ. അതുപോലെ കിച്ചണിൽ ജോലി ചെയ്യുന്ന സ്ത്രീകളൊക്കെ ഉണ്ടെങ്കിൽ അവർ ചട്ടിയും പാത്രവും കലോസയും കൊണ്ട് കാണിക്കാതെ വീഡിയോ ഓഫ് ആക്കുക. എന്നിട്ട് ഇങ്ങോട്ട് വന്നതിന് ശേഷം വീഡിയോ ഓൺ ചെയ്യാം. എല്ലാവരും വീഡിയോ ഓൺ ചെയ്താൽ നല്ലതായിരിക്കും. ഇല്ലെങ്കിൽ ഞാനിങ്ങനെ കടപ്പുറത്ത് പോയിട്ട് പ്രസംഗിക്കുമ്പോൾ ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കേണ്ടി വരും. അപ്പൊ അങ്ങനെയാണെങ്കിൽ ഞാനും എന്റെ വീഡിയോ ഓഫ് ചെയ്തിട്ട് ഞാൻ സംസാരിക്കാൻ പോവാണ് കേട്ടോ. ഓക്കെ. നിങ്ങൾ ആർക്കും വീഡിയോ ഓൺ ആക്കാൻ പറ്റില്ല. ഞാൻ പിന്നെ എന്തിനാ വീഡിയോ ഓൺ ആക്കിയിരിക്കുന്നത് അല്ലെ? ഒളിച്ചു നോക്കണ ഒരു സ്വഭാവമാണല്ലോ അത് അല്ലെ. ഞാനിങ്ങനെ വീഡിയോ ഓൺ ആക്കി സംസാരിക്കുമ്പോൾ നിങ്ങൾ എല്ലാവരും വീഡിയോ ഓഫ് ആക്കുമ്പോ അതുകൊണ്ട് ഓണാക്കാൻ പറ്റുന്നവരൊക്കെ ഓണാക്കുക. ഷർട്ട് ഇടുക എല്ലാവരും കേട്ടോ. ഓക്കെ. ഒരു ടീഷർട്ട് ആയാലും മതി, ഒരു ബനിയൻ ആയാലും മതി. ഓക്കെ, താങ്ക് യു. അപ്പൊ നമുക്ക് കാര്യത്തിലേക്ക് കിടക്കാം. അപ്പൊ വളരെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു പ്ലാൻ, ഒരു ഡയറക്ട് സെല്ലിംഗ് കമ്പനിക്കും ചിന്തിക്കാൻ പറ്റാത്ത ഒരു പ്ലാൻ. ആലോചിച്ച് നോക്കണം നമ്മുടെ ബയോട്ടോറിയത്തിന്റെ പോക്ക്. ഇതൊരു ഫിനിക്സ് പക്ഷിയെ പോലെ പറക്കുന്ന ഒരു സംഭവമാണ് സുഹൃത്തുക്കളെ. ബയോട്ടോറിയം എന്ന് പറയുന്നത് നമ്മുടെ ഡയറക്ട് സെല്ലിംഗ് കമ്പനി എന്ന് പറയുന്നത്.
എല്ലാം തീർന്നു 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 എന്നൊക്കെ ഭീതി എഴുതിയ കുറെ പിന്നെ ആളുകളുണ്ട്. അവരുടെ മുമ്പിൽ ശരിക്കും കാണിച്ചു കൊടുക്കാൻ വേണ്ടി പോകുന്ന പ്രസ്ഥാനമാണ് ഈ കഴിഞ്ഞ 40-50 വർഷമായിട്ട് ഡയറക്ട് സെല്ലിംഗ് ഉണ്ടായിരുന്ന കമ്പനികളെല്ലാം പിറകിലാക്കിക്കൊണ്ട് കേവലം 5 വർഷം കഴിയുന്നതിന് മുമ്പ് തന്നെ 13ാം റാങ്കിലേക്ക് ഡയറക്ട് സെല്ലിംഗിലേക്ക് കടന്നു വരാൻ വേണ്ടി സാധിച്ച ഒരു പ്രസ്ഥാനത്തിന്റെ ഭാഗമാണ്. അതിന്റെ ബ്രാൻഡ് അംബാസഡർമാരാണ് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾ ഓരോരുത്തരും. ഇല്ലേ? എത്ര നമുക്ക് അഭിമാനിക്കാൻ വേണ്ടി സാധിക്കും അല്ലേ? പ്ലീസ് പ്ലീസ് എല്ലാവരും മ്യൂട്ട് ചെയ്യണേ പ്ലീസ്. എല്ലാവരും നോക്കുക, നിങ്ങളുടെ മൈക്കിന് നേരെ നോക്കുക പ്ലീസ്. അപ്പോ നമുക്ക് എത്ര ആളുടെ അഭിമാനിക്കാൻ വേണ്ടി എന്തുകൊണ്ടാണ് നമുക്ക് ആ 13ാം സ്ഥാനത്തേക്ക് എത്തിപ്പെടാൻ വേണ്ടി സാധിച്ചത് നിങ്ങൾ ചിന്തിച്ചിട്ടുണ്ടോ? എപ്പോഴും ഇതിന്റെ കാൽക്കുലേഷൻ വരുന്നത് കമ്പനിയിലേക്ക് വരുന്ന ടോട്ടൽ ടേൺ ഓവർ ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ് അതിന്റെ കാൽക്കുലേഷൻ വരുന്നത്. ഇപ്പൊ ടേൺ ഓവർ വരണമെങ്കിൽ എന്ത് വേണം? ആ ബിസിനസ്സിലേക്ക് ആളുകൾ പങ്കാളിത്തം ഉണ്ടാകണം അല്ലെ? ആളുകളുടെ പങ്കാളിത്തം ഉണ്ടാകണം. എന്തുണ്ടാകണം? 2 പ്രധാന കാര്യങ്ങളാണ്. ഒന്ന്, പ്രൊഡക്റ്റ് അടിപൊളിയായിരിക്കണം, ഇൻകം പ്ലാൻ അതിനേക്കാൾ സൂപ്പർ ആയിരിക്കണം അല്ലെ? എന്നാലേ ആളുകൾ വരുള്ളൂ, അവിടെ ടേൺ ഓവർ ഉണ്ടാവുള്ളൂ. ടേൺ ഓവർ ബേസിലാണ് ഇതിന്റെ ടോട്ടൽ വരുന്ന നമ്മളെ റാങ്കിങ് പട്ടികയിലേക്ക് പോകുന്നത്. നമുക്ക് വലിയ നെറ്റ്വർക്ക് ഒന്നുമില്ല സ്റ്റാർട്ട് ചെയ്യുന്ന സമയത്ത് ഇല്ലേ? സാധാരണ രോഗികൾക്ക് കൊടുത്തിട്ട് ഈ പ്രൊഡക്റ്റ് ഉപയോഗിച്ച് അവരുടെ റിസൾട്ടുകൾ ജനഹൃദയങ്ങൾ ഏറ്റെടുത്തപ്പോഴാണ് വളരെ ചുരുങ്ങിയ സമയം കൊണ്ട് ട്രെൻഡ് ക്രിയേറ്റ് ചെയ്തുകൊണ്ട്, ഞാൻ എപ്പോഴും പറയും പോലെ കാശ്മീർ മുതൽ കന്യാകുമാരി വരെയുള്ള എല്ലാ ഗ്രാമഗ്രാമാന്തരങ്ങളിലും ഏറ്റെടുത്തുകൊണ്ട് ഇല്ലേ, ഒരു പരസ്യവും ഒന്നുമില്ലാതെ ജനഹൃദയങ്ങൾ അവർക്ക് കിട്ടിയ റിസൾട്ട് ഷെയർ ചെയ്തപ്പോ ഇവിടെ 40 വർഷവും 50 വർഷവും ഉണ്ടായിരുന്ന കമ്പനികളെയെല്ലാം കവച്ചു വെച്ചുകൊണ്ട് ടേൺ ഓവർ ഉണ്ടാക്കിക്കൊണ്ട് കൂടുതൽ വരുമാനം പമ്പ് ചെയ്തപ്പോ 13ാം സ്ഥാനത്തേക്ക് നമുക്ക് എത്തിച്ചേരാൻ സാധിച്ചിരുന്നെങ്കിൽ, ഞാനൊരു കാര്യം ഉറപ്പിച്ചു പറയുന്നു, ഇന്ന് അതായത് നാളെ മുതൽ ഇംപ്ലിമെന്റ് ചെയ്യുന്ന പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോ ഇന്ത്യയിലെ നമ്പർ 1 കമ്പനിയായിട്ട് ഈ ബയോട്ടോറിയം മാറുന്ന ദിവസങ്ങൾ അതിവിദൂരമായിരിക്കില്ല സുഹൃത്തുക്കളെ. അത്രയും ഹ്യൂജ് ടേൺ ഓവർ നമ്മുടെ കമ്പനിയിലേക്ക് വരും. അതുപോലെ തന്നെ ഹ്യൂജ് ഇൻകം പമ്പ് ചെയ്യും. ഇപ്പൊ തന്നെ എല്ലാവർക്കും മനസ്സിലായി കാണും, 2 ദിവസമായിട്ട് കേട്ടപ്പോൾ എല്ലാവർക്കും മനസ്സിലായി കാണും എത്ര % ഇൻകം ആണ് ഇപ്പൊ നമുക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത്. ഇത്രയും നാള് കിട്ടിയതിനേക്കാൾ എത്ര ഇരട്ടി വരുമാനമാണ് നമുക്ക് അക്കൗണ്ടിലേക്ക് വരാൻ വേണ്ടി പോകുന്നത്. അപ്പൊ സ്വാഭാവികമായിട്ടും ഇവിടെ ടേൺ ഓവർ വർദ്ധിക്കും, അതുപോലെ തന്നെ നമ്മുടെ ലീഡേഴ്സിനുള്ള ഇൻകം വർദ്ധിക്കും, ഒരു ഹ്യൂജ് എമൗണ്ട് വരും. നമ്പർ 1 കമ്പനിയായിട്ട് ബയോട്ടോറിയം മാറും. അതുകൊണ്ട് കോൺഫിഡൻസോടുകൂടി സ്റ്റിക്ക് ഓൺ ചെയ്തുകൊണ്ട് ഇതൊരു കരിയർ ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാകണം. ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്നത് ചാവൽ റൊട്ടിക്ക് വേണ്ടിയല്ല ഇല്ലേ? നമ്മളിപ്പോ ചാവൽ റൊട്ടിക്കയിലെ കാം കറന്നെന്ന് പറയും അല്ലെ? അതായത് ഒരു ദിവസം വൈകുന്നേരം ആകുമ്പോഴേക്ക് വീട്ടിലേക്കുള്ള സാധനം വാങ്ങിച്ചുകൊണ്ട് അല്ലെ, മീനും പച്ചക്കറിയും അതും ഇതും ഒക്കെ വാങ്ങിച്ചുകൊണ്ടു, അന്നത്തെ പൈസ അന്നത്തേക്ക് തീർന്നു. പിന്നെ വീണ്ടും രാവിലെ പണിക്ക് പോവുക അല്ലെ, വീണ്ടും അതിന്റെ കാശ് കിട്ടുക. അതാത് ദിവസം ജീവിക്കാനല്ല ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്നത്. ഡയറക്ട് സെല്ലിംഗിലേക്ക് വരുന്നത് എന്തിനാണ്? ഒരു കരിയർ ബിൽഡ് ചെയ്തുകൊണ്ട് ഡോക്ടേഴ്സ്, എഞ്ചിനീയേഴ്സ്, ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഇല്ലേ, അതുപോലുള്ള VVIP നിരകളിലുള്ള IAS IPS ഈ ലെവലുള്ള ആളുകളെക്കാൾ അല്ലെ, അവരെല്ലാം ഇന്ന് ഈ സമൂഹത്തിൽ വാങ്ങുന്ന വരുമാനത്തെക്കാൾ വരുമാനം വാങ്ങാൻ നമ്മളെ പോലുള്ള ഓരോ സാധാരണക്കാരനും സാധിക്കുന്ന രീതിയിലേക്കാണ് നമ്മളിവിടെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ബാക്കി ഞാൻ അവസരം സംസാരിക്കാം. ഇതൊരു കരിയർ ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി നിങ്ങൾ തയ്യാറാവണം. അപ്പൊ സ്ക്രീൻ ഷെയർ ചെയ്യാൻ വേണ്ടി പോകണം. എല്ലാവരും സ്ക്രീനിലേക്ക് ഒന്ന് ശ്രദ്ധിക്കുക. അതായത് നമ്മൾ 5 വർഷം, ഞാനീ പറഞ്ഞു 5 വർഷത്തേക്ക് ഒരു കരിയർ ആയിട്ട് നിങ്ങൾ ഏറ്റെടുക്കാൻ വേണ്ടി തയ്യാറാവണം. 2026 2031 വരെയുള്ള ഒരു 5 വർഷത്തേക്ക് ഒരു കരിയർ ആയിട്ട് ഏറ്റെടുക്കാൻ വേണ്ടി സാധിക്കുകയാണെങ്കിൽ വലിയൊരു അബണ്ടൻസ് നമ്മുടെ ഫാമിലിയിലേക്ക് സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും, ഒരു സംശയവും വേണ്ട. ഓക്കെ, നെക്സ്റ്റ്. ഇവിടെ നമ്മളെ പുതിയ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുമ്പോൾ നോ എനി പ്രൊഡക്റ്റ് പ്രൈസ് ഇൻക്രീസ്, ഒരു പ്രൊഡക്റ്റിന്റെയും വില വർദ്ധിപ്പിച്ചിട്ടില്ല. സാധാരണ വരുമാനം കൂട്ടുമ്പോൾ വില കൂട്ടും അല്ലെ, വില കൂട്ടിയിട്ടാണ് വരുമാനം കൂട്ടിക്കൊടുക്കുക എല്ലാവരും. പക്ഷെ കമ്പനി 1 രൂപ പോലും വർദ്ധിപ്പിച്ചിട്ടില്ല. അതേപോലെ തന്നെ നമ്മുടെ കട്ട് ഓഫ് എല്ലാം തന്നെ 12 മണിക്കൂർ തന്നെയാണ്. വൈകിട്ട് 5 മണിക്കും അതേപോലെ തന്നെ രാവിലെ 5 മണിക്കുമാണ് നമ്മുടെ കട്ട് ഓഫ് വരുന്നത്. 4:58 AM PM. ഓക്കെ, അടുത്തത് നെക്സ്റ്റ്. എല്ലാവരും ശ്രദ്ധിക്കാം. ഇത്രയും നാള് നമുക്ക് കമ്പനിയിലേക്ക് പിൻ പർച്ചേസ് ചെയ്യാൻ നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് ഡയറക്റ്റ് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യണമായിരുന്നു. അക്കൗണ്ട് ആഡ് ചെയ്തിട്ടാണ് നമ്മൾ ഫണ്ട് ട്രാൻസ്ഫർ ചെയ്തുകൊണ്ടിരുന്നത്. ഇനി അങ്ങനെയും ചെയ്യാം. അതുകൂടാതെ നമുക്ക് പേയ്മെന്റ് ഗേറ്റ് വേ ഇപ്പോൾ ഓപ്പൺ ആക്കാൻ വേണ്ടി പോവാണ്. ജിപേ വഴി ചെയ്യാം, നമുക്ക് ഫോൺ പേ വഴി ചെയ്യാം, നമുക്ക് Paytm വഴി ചെയ്യാം, നമുക്ക് അതുപോലെ തന്നെ UPI വഴി നമുക്ക് ഫണ്ട് ട്രാൻസ്ഫർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതുകൊണ്ട് എല്ലാ ഗ്രാമാന്തരങ്ങളിലുള്ള ആളുകൾക്ക് പെട്ടെന്ന് തന്നെ നിങ്ങൾക്ക് പിൻ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അക്കൗണ്ട് ആഡ് ചെയ്ത് ബെനിഫിഷ്യറി ആഡ് ചെയ്ത് ഒന്നും ചെയ്യേണ്ട ആവശ്യമില്ല. നിങ്ങളൊരു കസ്റ്റമർ എടുത്ത് ചെന്നു, ഓക്കെ പറഞ്ഞു, എല്ലാം ഓക്കെ ആണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം,
ഉടനെ തന്നെ അതിനകത്ത് നമുക്ക് GPay ചെയ്തുകൊണ്ട് കമ്പനിയുടെ അക്കൗണ്ടിലേക്ക് GPay ചെയ്യിപ്പിച്ചുകൊണ്ട് ഓൺ ദ സ്പോട്ടിൽ തന്നെ നമുക്ക് അവർക്ക് എൻട്രി ചെയ്ത് കൊടുക്കാൻ വേണ്ടി സാധിക്കും. വളരെ സിംപ്ലിഫൈ ചെയ്തിരിക്കുന്നതാണ് മനസ്സിലാക്കേണ്ടത്. ഗേറ്റ്വേ സംവിധാനം വന്നിട്ടുണ്ട്. ഓക്കെ, നെക്സ്റ്റ് നമുക്കറിയാം ബൂസ്റ്റർ ബോണസ് അല്ലെ. ബൂസ്റ്റർ ബോണസ് അവതരിപ്പിച്ചുകൊണ്ട് മായാജാലം സൃഷ്ടിച്ച ഒരു കമ്പനിയാണ് നമ്മുടെ ഈ ബയോട്ടോറിയം. ബൂസ്റ്റർ ബോണസ് വീണ്ടും ജൂലൈ 15-ാം തീയതി മുതൽ ബൂസ്റ്റർ ബോണസ് ഉണ്ടാവും. ബൂസ്റ്റർ ബോണസ് വരുമ്പോൾ നമുക്കറിയാൻ വേണ്ടി സാധിക്കും അല്ലെ, 13 PVക്ക് നമുക്ക് 525 രൂപ കിട്ടും. അതേപോലെ തന്നെ 25 PVക്ക് നമുക്ക് കിട്ടുന്നത് 1000 രൂപയാണ്, 1010 രൂപ. 50 PV ആണെങ്കിൽ നമുക്ക് 2020 രൂപ ബൂസ്റ്റർ ബോണസ് ഉണ്ടാവും. 100 MPV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 4040 രൂപ. അപ്പോൾ ബൂസ്റ്റർ ബോണസ് ഇല്ല എന്നുള്ളൊരു പരാതി ആർക്കും വേണ്ട. ബൂസ്റ്റർ ബോണസ് കൂടി അതിനകത്ത് ആഡ് ചെയ്തുകൊണ്ടാണ് നമ്മുടെ പുതിയ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്യുന്നത്. ബൂസ്റ്റർ ബോണസ് 15-ാം തീയതി ലോഞ്ച് ചെയ്യും. ഓക്കെ, ബൂസ്റ്റർ ബോണസ് കൂടി ഉണ്ടാവും. നെക്സ്റ്റ് സിംഗിൾ പർച്ചേസ്. ഇത്രയും നാള് നമുക്കൊരു 13 PVയോ 25 PVയോ 50 PVയോ 100 PVയോ പർച്ചേസ് ചെയ്താൽ മാത്രമാണ് ബയോട്ടോറിയത്തിൽ നമുക്ക് എൻട്രി ചെയ്യാൻ പറ്റുള്ളൂ. എന്നാൽ ഇനി മുതൽ ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിച്ചുകൊണ്ട്, ഇപ്പൊ മോർവിറ്റിയുടെ ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കാം, 2 മോഡൽ ഉണ്ട്. അതേപോലെ തന്നെ നമ്മുടെ സോപ്പ് വാങ്ങിക്കാം, അതേപോലെ തന്നെ നമ്മുടെ ഷൂ വാങ്ങിക്കാം ഇല്ലേ. അതുപോലെ നിരവധി പ്രൊഡക്റ്റുകൾ ഇതിനകത്ത് സിംഗിൾ പ്രൊഡക്റ്റുകൾ കൊടുത്തിട്ടുണ്ട്. ആ സിംഗിൾ പ്രൊഡക്റ്റുകൾ ഓരോന്നായിട്ട് നമുക്ക് പർച്ചേസ് ചെയ്തുകൊണ്ട് അതിന്റെ വാല്യൂ അനുസരിച്ച് PV കൊടുത്തിട്ടുണ്ട്. ഷൂ ആണെങ്കിൽ 13 MPV കൊടുത്തിട്ടുണ്ട്. നാച്ചുറൽ സോപ്പ് ഉണ്ട്, അടിപൊളി സോപ്പാണത്. അതിന് 1 MPV ആണ് കൊടുത്തിരിക്കുന്നത്. അതിന്റെ MRP എല്ലാം അതിനകത്തുണ്ട്. ഇതെല്ലാം PPT വരുമ്പോൾ നിങ്ങൾ ഷെയർ ചെയ്യുക, ഉണ്ടാവില്ല പറയാം. ഇപ്പൊ സിംഗിൾ ഒരു വാട്ടർ എനർജി പേഡ് വാങ്ങിക്കൊണ്ട് ഒരാൾക്ക് ഈ ബിസിനസ്സിലേക്ക് നമുക്ക് എൻ്റർ ചെയ്യാൻ വേണ്ടി സാധിക്കും. അതേപോലെ തന്നെ നമ്മുടെ ഒരു കാർ സീറ്റ് കവർ വാങ്ങാം, നമ്മുടെ ചെയർ സീറ്റ് കവർ വാങ്ങാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് സിമ്പിൾ ആയിട്ട് പറഞ്ഞു കണ്ട, ഒരു ക്യാപ്പ് വാങ്ങാം. ഏതെങ്കിലും ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും, ഈ ബിസിനസ് ഒരാളെ കൊണ്ട് സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാൻ വേണ്ടി സാധിക്കുന്നതാണ്. അത് ഓരോ പ്രൊഡക്റ്റ്, മോർപ്പവർ, ഒരു സിംഗിൾ മോർപ്പവർ ഉണ്ട് ഇല്ലേ, 100 ഗ്രാമിന്റെ ഉണ്ട്, 30 ഗ്രാമിന്റെ ഉണ്ട്, നെയ്യുണ്ട്, സിബക്തോൺ ഉണ്ട്, അങ്ങനെ ഏതെങ്കിലും നമ്മുടെ പ്രോട്ടീൻ പൗഡർ ഉണ്ട്. ഇങ്ങനെ ഒത്തിരി ചോയ്സസ് നമുക്ക് നമ്മുടെ വെബ്സൈറ്റിൽ വരും, PPTയിൽ വരും. ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് ഒരു 1500 രൂപയുടെ ഒരു 900 രൂപയുടെ സോപ്പോ പർച്ചേസ് ചെയ്തുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ പറ്റും. ഇതൊക്കെ നമ്മളെ മാട്രസ് ഉണ്ട്. ഇത് വെറും മാട്രസ് മാത്രമേ ഉണ്ടാവുള്ളൂ. അതിൻ്റെ കൂടെ റിസ്റ്റ് ബാൻഡോ പില്ലോ പാഡ് മറ്റേ വാട്ടർ എനർജി പാഡോ കാണത്തില്ല. വെറും മാട്രസ് പാഡ് മാത്രമാണ്. അതിന് നമുക്ക് ഇവിടെ 13 PV ഒക്കെ കൊടുത്തിട്ടുണ്ട്. അപ്പോ ഏതെങ്കിലും ഒരു സിംഗിൾ പർച്ചേസ്, അതായത് 1 PVയോ 2 PVയോ 5 PVയോ 3 PVയോ ഒക്കെ പർച്ചേസ് ചെയ്ത് ഈ ബിസിനസ് നമുക്ക് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഇപ്പൊ നമുക്ക് വരുന്ന ഇൻകം കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത് ഫസ്റ്റ് പർച്ചേസ് ഒരു MPV മാച്ച് ചെയ്യുമ്പോൾ, MPV എന്ന് പറഞ്ഞാൽ മാച്ചിങ് പോയിന്റ് വാല്യൂ ആണ്. നമുക്കറിയാം നമ്മുടെ ബിസിനസ് മുന്നോട്ട് പോകുന്നത് ജീനിയസ് ആൻഡ് വിന്നർ 2 സൈഡിലൂടെയാണ് അല്ലെ. ജീനിയസിലും വിന്നറിലും മാച്ച് ചെയ്യുമ്പോഴാണ് നമുക്ക് ഇൻകം ജനറേറ്റ് ചെയ്യുന്നത്. അപ്പോൾ 1 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 40 രൂപ കിട്ടും. അപ്പോ വില്ലിംഗ്ലി റീപർച്ചേസ് ആണെങ്കിൽ നമുക്കറിയാം, ഐഡിയ ഒന്നും വേണ്ടാത്ത ആളുകൾക്കാണ് നമ്മൾ വില്ലിംഗ്ലി റീപർച്ചേസ് ചെയ്യുന്നത്. അപ്പോഴും നമുക്ക് 40 രൂപ കിട്ടും. ഇനി നമ്മുടെ റീപർച്ചേസ് റീഷെഡ്യൂൾ ചെയ്യും അടുത്ത ദിവസങ്ങളിൽ. അപ്പൊ അവിടെയും നമുക്ക് ഒരു MPVക്ക് നമുക്ക് 40 രൂപ വെച്ച് കിട്ടും. എല്ലായിടത്തും നമുക്ക് ഒരു PVക്ക് 40 രൂപയാണ് കാൽക്കുലേഷൻ വന്നിരിക്കുന്നത്. ഇനിയിപ്പോ കമ്പാരിസൺ ആണ് ഇപ്പൊ നമ്മൾ കാണിക്കാൻ വേണ്ടി പോകുന്നത്. അതായത് 10700 ഒരു പ്രൊഡക്റ്റ് നമ്മളിപ്പോ മാർക്കറ്റിൽ ഓൾറെഡി ചെയ്തുകൊണ്ടിരിക്കുന്ന പ്രൊഡക്റ്റ് ആണ്. സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് ആണ്, നന്നായിട്ട് വിറ്റഴിക്കുന്ന ഒരു പ്രൊഡക്റ്റ് ആണ്. ആ പ്രൊഡക്റ്റിന് നമുക്ക് 50 PV ആണ് ഇത്രയും ദിവസം ഉണ്ടായിരുന്നെങ്കിൽ ഈ പുതിയ പ്ലാൻ ലോഞ്ച് ചെയ്യുമ്പോൾ, അതായത് നാളെ തന്നെ ലോഞ്ച് ചെയ്യുന്നതാണ് പ്രതീക്ഷിക്കുന്നത്. രാത്രി സാറിന്റെ മീറ്റിംഗ് കഴിഞ്ഞ് നാളെ തന്നെ ലോഞ്ച് ചെയ്യും. അപ്പൊ അവിടെ നമുക്ക് 40 MPV ആണ് ഉണ്ടാകുക. ഒരു 10 MPVയുടെ കുറവുണ്ട്. കാരണം എന്നാൽ മാത്രമേ നമ്മുടെ ഈ പേയ്മെന്റ് കൃത്യമായിട്ട് കൊടുക്കാൻ പറ്റുള്ളൂ. 40 MPV. അപ്പൊ 40 MPV പറയുമ്പോൾ 10700, 40 MPV ജീനിയസിലും 40 MPV വിന്നറിലും വരുമ്പോൾ നമുക്ക് അവിടെ ഇൻകം സ്റ്റാർട്ട് ചെയ്യും. ഞാനത് പറഞ്ഞു പോകുന്ന വെച്ചാൽ നിങ്ങൾക്ക് കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ തീർക്കാൻ വേണ്ടി 40 ഇപ്പൊ പഴയ ആളുകൾക്ക് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ഇപ്പൊ ഇന്ന് നാളെ മുതൽ 40 MPV, അതായത് ഒരു 10700 പ്രൊഡക്റ്റ് ജീനിയസിൽ വന്നു, 10800 പ്രൊഡക്റ്റ് വിന്നറിൽ വന്നു. എത്ര രൂപ കിട്ടും? 40 PV ആണ് അല്ലെ. 40 മാച്ച് ചെയ്യുമ്പോൾ 40 × 40 1600 രൂപ കിട്ടും. സിമ്പിൾ, ഇത്രേ ഉള്ളൂ. അത് ഒരേ സമയത്ത് തന്നെ വരണ്ട, എപ്പോ വന്നാലും മതി. ഞാൻ അതിന്റെ കൂടെ ഇത് പറഞ്ഞും കൂടി പോവാണ്. അതോടൊപ്പം 14300 ഉണ്ട്. അത് നമ്മുടെ ബൂസ്റ്ററിൽ വരുന്ന പാക്കേജ് ആണ്. 14300, 13500 ഉണ്ട്. ഈ 10700 മാത്രമല്ല കിട്ടുക. ഇനി എല്ലാവരും പറയും 10700 ഉള്ളോ, 8400 നിർത്തിയോ, 9800 നിർത്തിയോ? ഇങ്ങനെയുള്ള സംശയം വേണ്ട. 9800 ഉണ്ട്, 8400 ഉണ്ട്, 10. ഇത് എക്സാമ്പിൾ ഇവിടെ കാണിച്ചതാണ് കേട്ടില്ല. എല്ലാം കാണിക്കാൻ പറ്റാത്തതുകൊണ്ട് എക്സാമ്പിൾ കാണിച്ചതാണ്. ക്ലിയർ? അതേപോലെ തന്നെ ബൂസ്റ്ററിൽ 13500 ഉണ്ട്, ഒരു എക്സാമ്പിൾ കാണിച്ചതാണ്. 14300 ഉണ്ട് ഒരു പാക്കേജ്.
അതിനിപ്പോൾ അറ്റ് പ്രസന്റ് 50 PV ആണ്. അത് ബൂസ്റ്ററിലാണ്. അതിന് നമുക്ക് എത്ര PV അവിടെ കാണിച്ചിട്ടുണ്ട് കൃത്യമായിട്ട് 50 PV കൊടുത്തു. എനി ടൈം അതാണ് എപ്പോ വന്നാലും നമുക്ക് 50 PV മാച്ച് ചെയ്യും. അവിടെ നമുക്ക് അടുത്ത സ്ലൈഡ് മാറിയിട്ട് അടുത്തത് 19,300. നെക്സ്റ്റ് അടുത്ത 19,300. 19,300ന്റെ റെഗുലർ പാക്കേജ് ഉണ്ട്. നമുക്ക് ഡബിൾ ആണ് അല്ലെ, പ്രീമിയം ഡബിൾ ആണ്. അതിന് നമുക്ക് 70 PV ആണ് മാച്ചിങ് പോയിന്റ് കിട്ടുക, 70 PV. അതേപോലെ തന്നെ അതിന്റെ ബൂസ്റ്റർ ഉണ്ട്. ബൂസ്റ്റർ 25,900. അതിൽ 100 MPV ആണ് കിട്ടുന്നത്, 100 MPV. ഓക്കെ, നെക്സ്റ്റ്. ഇതാണ് ഏറ്റവും പ്രധാനം. ക്രൈറ്റീരിയ എങ്ങനെയാണെന്നതാണ്. നേരത്തെ നമുക്ക് ക്രൈറ്റീരിയ 150 PV മാച്ച് ചെയ്യണമായിരുന്നു. 50ഉം 100ഉം ഏതെങ്കിലും ഒരു വിങ്ങിൽ 50. ഓക്കെ, ഇപ്പൊ പുതിയ ഇതനുസരിച്ച് നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ഒരു സ്ലൈഡ് ഇവിടെ കാണിച്ചിട്ടുണ്ട്. എല്ലാവരും നോക്കുക. 30 PV ജീനിയസിലും 2 30 60 വിന്നർ സൈഡിലും വന്നാൽ നമ്മുടെ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ആയി. 100ഉം 50ഉം ആവശ്യമില്ല. അതായത് പവർ സൈഡിൽ ഇവിടെ കാണാൻ നിങ്ങൾക്ക് പിക്ചറിൽ പവർ സൈഡിൽ 60 ഉണ്ട് അല്ലെ, 30 60. 60ൽ നിന്ന് എന്താവും അറിയോ, 50 അവിടെ ഫ്ലഷ് ആവും. 50 അവിടെ ഫ്ലഷ് ആവും. ബാക്കി 60ൽ നിന്ന് 50 പോയാൽ ബാക്കി എത്ര ഉണ്ടാവും? 10 ഉണ്ടാവും അല്ലെ, 10 ഉണ്ടാവും. മറ്റേ വിങ്ങിൽ 30 ഉണ്ടാവും. അപ്പൊ 10ഉം 30ഉം കൂടി മാച്ച് ചെയ്യുമ്പോൾ അതിൽ നിന്ന് മാച്ചിങ് വരുന്നത് എത്രയാണ്? 10 ആണ്. അപ്പൊ 10 × 40 400 രൂപ നമ്മുടെ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആവും. ഇവിടെ ബാക്കി 30ൽ നിന്ന് 10ഉം പോയാൽ ബാക്കി 20 നമുക്ക് അവിടെ ക്യാരി ഫോർവേഡ് കിട്ടുകയും ചെയ്യും. അതാണ് പിക്ചറിൽ കാണിച്ചിരിക്കുന്നത് കേട്ടോ. 30 MPV വന്നാലും നമുക്ക് കംപ്ലീറ്റ് ആവും ക്രൈറ്റീരിയ. നെക്സ്റ്റ്, ഇനി 30ന് പകരം നമ്മൾ 40 ചെയ്യുന്നത്. അതായത് 9,800ന്റെ ഒരു പ്രൊഡക്റ്റ് ഒരാൾക്ക് കൊടുത്തു, മറ്റേ ഭാഗത്തും 9,800ന്റെ 2 പ്രൊഡക്റ്റ് കൊടുത്തു. 2 ഡയറക്റ്റ് റെഫറൽ മസ്റ്റ് ആണ്. അത് ഐഡിയ അടിക്കുമ്പോൾ തെറ്റിപ്പോകരുത്. ഒരു പുതിയ കസ്റ്റമർ വന്നാൽ അവരുടെ 2 റെഫറൽ മസ്റ്റ് ആയിട്ട് ഉണ്ടാകണം, ഇല്ലെങ്കിൽ പേയ്മെന്റ് ക്രെഡിറ്റ് ആവില്ല കേട്ടില്ലേ. അത് മസ്റ്റ് ആയിട്ടും എല്ലാവരും ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ഇപ്പൊ 40ഉം ഇവിടെ 80ഉം ആയി. അപ്പൊ 80ൽ നിന്ന് എത്ര മൈനസ് ചെയ്യും? 50 മൈനസ് ചെയ്യും. ബാക്കി അവിടെ 30 ഉണ്ടാവും. അപ്പൊ 30ഉം 40ഉം കൂടെ മാച്ച് ചെയ്യുമ്പോ 30 മാച്ച് ചെയ്യും. 30 × 40 എത്ര കിട്ടും? 1,200 രൂപ കിട്ടും. ഈ 40 ബാക്കി 10 അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും. അടുത്തതിൽ നമുക്കത് മാച്ച് ആവും. ക്ലിയർ ആയെന്ന് വിശ്വസിക്കുന്നു. ഇപ്പൊ 150ന്റെ വിഷയം ഇനി ഇല്ല. അതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. പവർ വിങ്ങില് ഒരു 50 ഫ്ലഷ് ആവാനുണ്ടാവും. ഇവിടെ 80 ഉണ്ട്, അതിൽ നിന്ന് 50 ഫ്ലഷ് ആവും. അതാണ് കമ്പനിയുടെ നിലനിൽപ്പ് എന്ന് പറയുന്നത്. ക്ലിയർ? അപ്പൊ 50 ഫ്ലഷ് ആയി, ബാക്കി 30 ഉണ്ടാവും. 30ഉം 40ഉം മാച്ച് ചെയ്യും. അപ്പൊ അവിടെ 30ന്റെ പേയ്മെന്റ് കിട്ടും. 30 × 40 രൂപ വെച്ചിട്ട് 1,200 രൂപ ക്രെഡിറ്റ് ആവും. ഈ 40ൽ ബാക്കി 10 ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും. അടുത്ത സൈക്കിളിൽ അവിടുത്തെ മാച്ച് ചെയ്യുന്നതനുസരിച്ച് അതിന്റെ പേയ്മെന്റ് നമുക്ക് ക്രെഡിറ്റ് ആവും. അതാണ് അടുത്തത്. നെക്സ്റ്റ് നമ്മൾ 50 PVയുടെ ആണ്. അതായത് നമ്മൾ ബൂസ്റ്റർ പാക്കേജ് ഒക്കെ കൊടുക്കുന്ന ആളുകൾക്ക് നമുക്കറിയാം 50 PV ഉണ്ടാകാം. ബൂസ്റ്റർ പാക്കേജ് കൊടുത്ത ആളുകൾക്ക് ബൂസ്റ്റർ ബോണസ് ഇപ്പൊ ക്രെഡിറ്റ് ആവില്ല കേട്ടോ. ഈ പ്ലാനിൽ അവർക്കുള്ള ബൂസ്റ്റർ പ്ലാൻ വേറെ വരുന്നുണ്ട്. അത് 15-ാം തീയതി മുതൽ ഇംപ്ലിമെന്റ് ചെയ്യും. അതെല്ലാവരും ശ്രദ്ധിക്കണം. ബൂസ്റ്റർ എന്ന് പറഞ്ഞിട്ട് ഇപ്പൊ ബൂസ്റ്റർ കൊടുത്താൽ ബൂസ്റ്റർ എമൗണ്ട് 2020 കിട്ടില്ല. അവർക്ക് ബൂസ്റ്ററിലേക്കുള്ള ഒരു പ്രൊഡക്റ്റ് വരുന്നുണ്ട് അടുത്ത ദിവസം. അത് 15-ാം തീയതിയാണ് ലോഞ്ച് ചെയ്യുന്നത്. ഓക്കെ, അപ്പൊ ഇവിടെ 50 PVയുടെ ബിസിനസ് ചെയ്താൽ നമുക്ക് നേരത്തെ കിട്ടിയത് കേവലം 440 രൂപയായിരുന്നു. എല്ലാവർക്കും അറിയാം അല്ലെ, 150 ചെയ്യുമ്പോൾ. ഇവിടെ എന്താ സംഭവിക്കുക? പവർ വിങ്ങില് 100 ബിസിനസ് കയറിയിട്ടുണ്ട്. അതിൽ നിന്ന് 50 ഫ്ലഷ് ഔട്ട് ആവും. അപ്പൊ അവിടെ 50 ഉണ്ട്, മണി വിങ്ങില് 50 ഉണ്ട് അല്ലെ. 50ഉം 50ഉം മാച്ച് ആവും. അപ്പൊ 50 × നമുക്ക് എത്ര കിട്ടും? നേരത്തെ 8 രൂപ 80 പൈസയായിരുന്നു ഒരു PVക്ക് തന്നോണ്ടിരുന്നത്. അതാണ് 440 ആവാൻ കാരണം. ഇപ്പൊ നമ്മുടെ MPVക്ക് എത്ര തരുന്നുണ്ട്? 40 രൂപ തരുന്നുണ്ട് ഇല്ലേ. അപ്പൊ 50ഉം 50ഉം മാച്ച് ചെയ്യുമ്പോ 2,000 രൂപ നമുക്ക് ഇവിടെ കിട്ടും. 50 രൂപയുടെ ബിസിനസ് ചെയ്യുന്ന ആൾക്ക് 2,000 രൂപയാണ് കിട്ടുക. അപ്പൊ 30ലും നമുക്ക് ക്വാളിഫിക്കേഷൻ കംപ്ലീറ്റ്, 40ലും നമുക്ക് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാം, 50ലും ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യാം. അതിനനുസരിച്ച് നമ്മുടെ അക്കൗണ്ടിൽ വരുന്ന ക്യാഷിൽ വരുമാനത്തിൽ വ്യത്യാസം ഉണ്ടാകുന്നത് മാത്രമാണ് ശ്രദ്ധിക്കാനുള്ളത്. ഓക്കെ, നെക്സ്റ്റ്. അതായത് ഒരു MPV 40 രൂപയായിട്ട് പ്രപ്പോസ് ചെയ്തിരിക്കുന്നത് എല്ലാത്തിലും, റീപർച്ചേസിലും ഫസ്റ്റ് പർച്ചേസിലും എല്ലാം 40 രൂപയാണ്.
ഞാൻ നേരത്തെ ഇവിടെ പറഞ്ഞു നമുക്ക് ഒരു MPVക്ക് വെച്ച് ഇവിടെ പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. ഏതെങ്കിലും ഒരു സിംഗിൾ പ്രൊഡക്റ്റ് വാങ്ങിയിട്ട് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാൻ വേണ്ടി സാധിക്കും. അവർക്കും എല്ലാം തന്നെ എന്താണ് 40 രൂപ വെച്ച് തന്നെയാണ് ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. ക്ലിയർ ആയോ? ഒരു MPVക്ക് ചെയ്യുന്നതും കാൽക്കുലേറ്റ് 13 MPV ആണെങ്കിലും 40 രൂപ വെച്ച് തന്നെ കാൽക്കുലേറ്റ് ചെയ്യുന്നത്. 25 MPV ആണെങ്കിലും 40 രൂപ വെച്ച് തന്നെയാണ് കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. എല്ലാം ഇവിടെ 40 രൂപയാണ് ഓരോ MPVക്കും ഇവിടെ കാൽക്കുലേറ്റ് ചെയ്തിരിക്കുന്നത്. പക്ഷേ ഒരു MPV എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത ആൾക്ക് വരുമാനം കിട്ടണമെങ്കിൽ ഒരു ക്രൈറ്റീരിയ ഉണ്ട്. അത് അടുത്ത സ്ലൈഡ് വരുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. അതിലേക്ക് പോട്ടെ. നെക്സ്റ്റ്. $50 MPV എടുത്തു നമ്മൾ ബിസിനസ് സ്റ്റാർട്ട് ചെയ്തു. 13 MPV ലെഫ്റ്റും റൈറ്റും വന്നു അല്ലേ? അപ്പോ സാധാരണ നമുക്ക് 13 MPVയുടെ ബിസിനസ് ചെയ്താൽ നേരത്തെ നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത് ഫാമിലി ബോണസ് എല്ലാം കൂടി ചേർത്തിട്ട് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്ന എമൗണ്ട് എത്രയാണെന്ന് വെച്ചാൽ അവിടെ കൊടുത്തിട്ടുള്ളത് എത്രയാ? 520 രൂപയാണ്. അതായത് ഇപ്പോഴത്തെ പുതിയതിലാണ് ഞാൻ പറയുന്നത്. പുതിയതിൽ നമുക്ക് 520 രൂപ കിട്ടും. നേരത്തെ ആണെങ്കിൽ അത്ര കിട്ടില്ല. അതിന്റെ സ്ലൈഡ് അടുത്ത സെഷനിൽ വരുന്നുണ്ട്. അപ്പൊ നിങ്ങൾക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. 25 PVയുടെ ബിസിനസ്, 25 PV പറഞ്ഞാൽ 5200 അല്ലെ? 5200ന്റെ ബിസിനസ് ചെയ്താൽ 25 ഇൻറ്റു നമുക്ക് 8 രൂപ 80 പൈസ വെച്ച് കൂട്ടുമ്പോൾ വളരെ ചെറിയൊരു എമൗണ്ടാണ് കിട്ടി. 200 രൂപ എടുത്താൽ നമുക്ക് കിട്ടുക. 2 കട്ട് ഓഫിലാണ് ആയിട്ട് മാച്ച് ചെയ്യുന്നതെങ്കിൽ, സെയിം കട്ട് ഓഫ് അല്ല, 2 കട്ട് ഓഫിൽ മാച്ച് ചെയ്യണമെങ്കിൽ നമുക്ക് അത്രേ കിട്ടുള്ളൂ, 200 രൂപ എടുത്ത് കിട്ടുള്ളൂ. പക്ഷെ ഇപ്പോ എനി കട്ട് ഓഫ്, എനി ടൈം, എവരി ടൈം മാച്ചിങ് അല്ലെ? ഏത് സമയത്ത് നമുക്ക് മാച്ച് ചെയ്താലും ഒരു 5200ന്റെ ബിസിനസ് നിന്ന് ജീനിയസ് ചെയ്തു, നാളെയോ മറ്റന്നാളോ ഒരു 5200 കൊടുത്താൽ പോലും നമുക്ക് ഇവിടെ 1000 രൂപ നമുക്ക് കിട്ടുന്നു എന്നുള്ളതാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത് സാറ്. ഒരു ഐഡിക്ക് നമുക്കറിയാം 50,000 രൂപയാണ് നമ്മുടെ മാക്സിമം കട്ട് ഓഫ്. 2 കട്ട് ഓഫ് ഉണ്ട്. ഇപ്പൊ പെർ ഡേ നമുക്ക് 1,00,000 രൂപ ഒരു ഐഡിയിലൂടെ നമുക്ക് വാങ്ങിക്കാൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ്. ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തതിനു ശേഷമുള്ള കാൽക്കുലേഷൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്. 50-50 മാച്ച് ചെയ്യുന്നെങ്കിൽ നമ്മൾ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്തു. അതിനുശേഷം നമുക്ക് 50. അത് എനി ടൈം ആണ്. അതിന്റെ മുകളിൽ പ്രത്യേക എനി ടൈം നോൺ സ്റ്റോപ്പ് അഡ്വാൻസ്ഡ് ഫാമിലി ബോണസ് കറക്റ്റ് ആയിട്ട് പറഞ്ഞിട്ടുണ്ട്. എനി ടൈം ഒരേ സമയത്ത് വന്നപ്പോൾ മാത്രമാണ് നമ്മൾക്ക് ഇത്രയും നാൾ ഫാമിലി ബോണസ് കിട്ടിയിരുന്നതെങ്കിൽ ഇനി എപ്പോഴും ഒരു ജീനിയസ് സൈഡിൽ നിങ്ങൾക്ക് ഇങ്ങനെ ബിസിനസ് കയറി പോകുന്നുണ്ട്. അപ്പൊ നമുക്ക് ടെൻഷൻ വേണ്ട അല്ലെ? മറ്റാണ് നമുക്ക് അപ്പുറത്ത് വെച്ചു, ഇപ്പുറത്ത് എനിക്കില്ല, എന്റെ ഫാമിലി ബോണസ് പോയില്ലേ, എന്നോട് പറയാതെ വെച്ചില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര പിണക്കമാണ് അങ്ങോട്ടും ഇങ്ങോട്ടും ആളുകൾ തമ്മിൽ. മനസ്സിലായ? അപ്പൊ ടീം ഇങ്ങനെ കമ്മ്യൂണിക്കേഷൻ ഇല്ല, അങ്ങനെ ബന്ധങ്ങൾ നശിച്ചുകൊണ്ടിരിക്കുകയാണ്. പലരും ഹോൾഡ് ചെയ്ത് വെച്ചുകൊണ്ടിരിക്കുകയാണ്, ഐഡിയ അടിക്കുന്നില്ല, കസ്റ്റമർക്ക് കൃത്യസമയത്ത് പ്രൊഡക്റ്റ് കിട്ടുന്നില്ല. പിക്കപ്പ് സെന്ററിൽ ആളുകൾ കുറച്ച് കൊണ്ട് കൊടുക്കും. അപ്പൊ പിക്കപ്പ് സെന്ററിൽ നിന്ന് ഡിസ്ട്രിക്ട് നിന്ന് വരില്ല. പിന്നെ അങ്ങനെയുള്ള എല്ലാ പ്രശ്നവും പരിഹരിക്കാനാണ് ഈ സംഭവം. ഏത് സമയത്ത് വെച്ചാലും നമുക്ക് 50 PV ഇന്ന് ഇവിടെ വെച്ചു, നാളെയോ മറ്റന്നാളോ ഒരാഴ്ച കഴിഞ്ഞിട്ടാണ് നിങ്ങൾ വരുന്നതെങ്കിൽ പോലും നമുക്കിവിടെ 2000 രൂപ 50 PV മാച്ച് ചെയ്യുമ്പോൾ കിട്ടും. 40 റുപ്പീസ് വെച്ചിട്ട് 100 PV ആണ് മാച്ച് ചെയ്യുന്നതെങ്കിൽ 100 × 40 4000 രൂപയാണ് നമുക്ക് കിട്ടുന്നത്. എനി ടൈം, അതാണ് എനി ടൈം എവരി ടൈം അഡ്വാൻസ്ഡ് ഫാമിലി ബോണസ് ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. നമ്മൾ കുറച്ച് ദിവസമായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണല്ലോ. ഓക്കെ, നെക്സ്റ്റ്. അതായത് 50 PVയുടെ ബിസിനസ് നമ്മൾ എടുക്കണം. നമ്മുടെ ഐഡിയ 50 PVയുടെ ആയിരിക്കണം. പുതുതായിട്ട് വരുന്ന ആൾക്കുള്ള ഓഫറാണ് ഇത് പറയാൻ വേണ്ടി പോകുന്നത്. വിത്തിൻ 1 വീക്ക്, ഒരാഴ്ചക്കുള്ളിൽ അവർ ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്താൽ അവർക്ക് നമുക്കറിയാം ഗിഫ്റ്റ് ഉണ്ട്. അത് പ്രീമിയം ഉണ്ട്, സൂപ്പർ ഡീലക്സും ഉണ്ട്. അതിന് 64% ഡിസ്കൗണ്ടിലാണ് കൊടുക്കുന്നത്. അത് 3800 രൂപ പേ ചെയ്താൽ അവർക്ക് നമ്മുടെ സൂപ്പർ പ്രീമിയം പ്രൊഡക്റ്റ് 10,700 ഒരു സിംഗിൾ പാക്കേജ് അവർക്ക് കിട്ടും. അത് ആർക്കാ കിട്ടുക? വീണ്ടും ഞാൻ ആവർത്തിക്കുന്നു, പുതുതായിട്ട് വരുന്ന ആളുടെ ഐഡി എത്ര രൂപയുടേതായിരിക്കണം? 50 PVയുടെ ഐഡി ആയിരിക്കണം. 50 PV, അതായത് പഴയ ബൂസ്റ്ററിലുള്ള ഒന്നുകിൽ 13,500 14,300 ഉള്ള 50 PVയുടെ പർച്ചേസ് ആയിരിക്കണം അവരുടെ ഐഡി, സ്വന്തം ഐഡി. എന്നിട്ടോ അവര് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്യുന്നതും അതേപോലെ തന്നെ ആയിരിക്കണം. ആ 50 PV ജീനിയസിൽ 100 PV വിന്നറിലും അങ്ങനെ വരുന്ന ആളുകൾക്ക് മാത്രമുള്ള ഓഫറാണ്. അല്ലാണ്ട് 40 വെച്ച് ക്രൈറ്റീരിയ കംപ്ലീറ്റ് ചെയ്ത ആളുകൾക്ക് ഈ ഓഫർ ബാധകമല്ല. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഇത് വിത്തിൻ 1 വീക്ക്, അതായത് ഐഡി രജിസ്റ്റർ ചെയ്ത, ഇനിയിപ്പോ രജിസ്റ്റർ ചെയ്തും ആക്ടിവേഷനും ഒന്നിൽ ഒരേ ദിവസം നടക്കും. കാരണം വന്നവർ ഉടനെ രജിസ്റ്റർ ചെയ്യുക, അപ്പൊ തന്നെ ആക്ടിവേഷൻ ചെയ്യുക. അതാണ് ഇതിന്റെ സിസ്റ്റം എന്ന് പറയുന്നത്. ഇത് ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. പുതുതായിട്ട് വരുന്ന ആളുകൾക്കുള്ളതാണ് ഇത്. ഇത് നിലവിലുള്ള കസ്റ്റമേഴ്സിനുള്ളതല്ല. പുതുതായിട്ട് ഒരു കസ്റ്റമർ വന്നു, അദ്ദേഹം 50 PVയുടെ ആക്ടിവേഷൻ ആയിരിക്കണം. അതുപോലെ ജീനിയസിൽ 50 വേണം, വിന്നറിൽ 100 വേണം. അത് വിത്തിൻ 1 വീക്ക് കംപ്ലീറ്റ് ചെയ്താൽ ഒരു ഗിഫ്റ്റ് കിട്ടുന്നതാണ്.
ക്ലിയർ ആയില്ലേ? 64% ഡിസ്കൗണ്ടിൽ 3000 രൂപ. അതേപോലെ അതിന്റെ സൂപ്പർ ഡീലക്സ് ഉണ്ട്. അതിന് നമ്മൾ 2900 അടച്ചാൽ സൂപ്പർ ഡീലക്സ് 9800 പാക്കേജ് ആ കസ്റ്റമർക്ക് ഗിഫ്റ്റ് തരുന്നതായിരിക്കും. ഓക്കെ, താങ്ക് യു. നെക്സ്റ്റ് അടുത്തത് വരുന്നത് നമ്മുടെ ചാർട്ടാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് സാറ്. 12 hours അല്ലെ? നമുക്കറിയാം ആദ്യത്തെ ഒരു 100 രൂപയ്ക്ക് മാത്രമാണ് നമുക്ക് എന്ത് ഉണ്ടായിരുന്നത്? ഫാമിലി ബോണസ് ഉണ്ടായിരുന്നത് അല്ലെ? ബാക്കി എല്ലാത്തിനും എന്താ കിട്ടുള്ളൂ? 850 രൂപയെ കിട്ടുള്ളൂ. അത് എപ്പം മാച്ച് ചെയ്താലും 850 കിട്ടുള്ളൂ. ഒരേ സമയത്ത് മാച്ച് ചെയ്താലും 850 കിട്ടുള്ളൂ അല്ലെ? വ്യത്യസ്ത സമയങ്ങളിൽ മാച്ച് ചെയ്താൽ 850 രൂപയെ കിട്ടുള്ളൂ 100 PVക്ക് ആണെങ്കിൽ. ഒരെണ്ണത്തിന് മാത്രമാണ് ഫാമിലി ബോണസ് ഉണ്ടായിരുന്നത്. അപ്പൊ നമ്മൾ 200, 300, 500 PV ഒക്കെ ചെയ്യുമ്പോൾ നമുക്ക് കിട്ടിയത് ഇത്രയാണ്. അപ്പൊ 1000 PV മാച്ച് ചെയ്താൽ നമുക്ക് കിട്ടിയത് വെറും 8800 രൂപയാണ്. 8800 രൂപ അല്ലെ? ഈ വിങ്ങിൽ ഒന്നും ആ സമയത്ത് മറ്റേ വിങ്ങിലില്ല. അപ്പൊ മറ്റേ വിങ്ങിൽ നിന്ന് 1000 കയറി അപ്പം വെറും 8800 രൂപയാണ് നമുക്ക് കിട്ടിക്കൊണ്ടിരുന്നത്. അതിന് പകരം ഇനി ഓരോ 100 MPVക്കും 100 PV മാച്ച് ചെയ്യുമ്പോൾ എവരി 100 PV എനി ടൈം, അതാണ് എവരി 100 PV എനി ടൈം, ഏത് സമയത്ത് മാച്ച് ചെയ്താലും 100 PVക്ക് 4000 4000 4000 4000 4000 4000 കണ്ടില്ലേ? സ്ലാബ് കണ്ടില്ലേ? ഇങ്ങനെ നേരത്തെ 1000 PV ആയിരുന്നു മാച്ചിങ് എങ്കിൽ പുതിയ സിസ്റ്റം അനുസരിച്ച് 1250, അവിടെയും സാർ 250 PV വർദ്ധിപ്പിച്ചിട്ടുണ്ട്. അപ്പൊ 1250 PV ആണ് നമ്മുടെ മാക്സിമം MPV മാച്ചിങ് എന്ന് പറയുന്നത്. ഇപ്പൊ 1250 × 40 കാൽക്കുലേറ്റ് നമുക്കറിയാം 50,000 രൂപ, 1,00,000 രൂപ. ഇങ്ങനെ തന്നെ നമുക്ക് അഭിമാനത്തോടെ പറയാം കേട്ടാ. 1,00,000 രൂപ ഒരു കട്ട് ഓഫിൽ സുഹൃത്തുക്കളെ അടുത്ത കട്ട് ഓഫിലും സെയിം വരും. അപ്പൊ ഇതിന്റെ വ്യത്യാസം നിങ്ങൾ തിരിച്ചറിയാൻ വേണ്ടിയിട്ടാണ് ഈ സ്ലൈഡ് ഇറക്കിയിരിക്കുന്നത് കേട്ടാ. 880 രൂപ എന്നുള്ളതാണ് 4000 രൂപയായിട്ട് മാറുന്നത്. നോക്കണം അതിന്റെ വർധനവിന്റെ പേഴ്സൻറ്റേജ് എത്രയാണെന്ന് നിങ്ങൾ നോക്കണം. 880 രൂപ 4000 രൂപയായിട്ട് മാറുക. ഈ വരുമാനമൊക്കെ നേരത്തെ തന്നിരുന്നെങ്കിൽ ഇല്ലേ, ഇപ്പൊ ഈ 4 കോടി കിട്ടിയ ഞാനൊക്കെ എത്ര 5 ഇരട്ടി കൂടെ ഒരു 20 കോടിയെങ്കിലും ആകുമായിരുന്നു. മനസ്സിലായ? നിങ്ങൾക്കൊക്കെ 40 ലക്ഷം കിട്ടിയ പലരുണ്ട്, അവർക്ക് 2 കോടി രൂപ വരുമാനം ആകുമായിരുന്നു. അപ്പൊ ആ രീതിയിലേക്കാണ് ബയോട്ടോറിയം മാറിയിരിക്കുന്നത്. നെക്സ്റ്റ് ലെവൽ ബ്ലാസ്റ്റിംഗ് ആണ് ആരംഭിച്ചിരിക്കുന്നത് സുഹൃത്തുക്കളെ. ശ്രദ്ധിക്കുക, ഇപ്പോഴും ഇനിയും കിടന്നുറങ്ങല്ലേ. അടുത്തത് സൂപ്പർ ഫാമിലി ബോണസ് പ്ലസ് അവയർനെസ് ബോണസ് അല്ലെ? ഇത് എക്സിസ്റ്റിംഗ് ആണ്, ഇപ്പൊ നിലവിലുള്ള കാര്യമാണ്. അതിനെ നമ്മൾ ഇവിടെ ഒന്നും കൂടി പറഞ്ഞത്, നേരത്തെ പറഞ്ഞ സ്ലൈഡ് തന്നെയാണ് ഇത് കാണിക്കുന്നത്. അങ്ങനെയാവുമ്പോൾ നമുക്ക് ഒരു 100 PVക്ക് നമുക്ക് ഫാമിലി ബോണസ് കിട്ടും, ബാക്കിയെല്ലാം 880 രൂപ കിട്ടുമ്പോൾ ഒരു കട്ട് ഓഫിൽ നമുക്ക് മാക്സിമം കിട്ടിയത് 14,740 രൂപയാണ്. 14,740 രൂപ. 2 കട്ട് ഓഫും കൂടെ കൂട്ടുമ്പോൾ നമുക്കറിയാം 29,480 രൂപയാണ് തലകുത്തി മറിഞ്ഞാലും ഒരാൾക്ക് കിട്ടുള്ളൂ ഇതിനകത്ത് അല്ലെ? ഏകദേശം 30,000, 29,480 രൂപ. അതും എല്ലാ കട്ട് ഓഫിലും സെയിം. ജീനിയസിലും വിന്നറിലും 1000 PV മാച്ച് ചെയ്യണം. 2000 PVയുടെ ബിസിനസ് വരുമ്പോഴാണ് നമുക്ക് കേവലം എന്ത് കിട്ടിക്കൊണ്ടിരുന്നത്? 14,740. അത് 2 തവണ കിട്ടുമ്പോൾ 29,480 രൂപയാണ് ഒരു ദിവസം കിട്ടിയതെങ്കിൽ പുതിയ പ്ലാൻ അനുസരിച്ച് എത്ര കിട്ടും എന്നാണ് ഞാനിപ്പോ പറഞ്ഞത്. ഒരു കട്ട് ഓഫിൽ 50,000 അല്ലെ, ഇൻറ്റു 2 കട്ട് ഓഫ് 1,00,000 രൂപ. അപ്പൊ 29,480 എന്നുള്ളത് 1,00,000 രൂപയായിട്ട് വർദ്ധിച്ചിരിക്കുന്നു എന്നുള്ളതാണ് ഈ സ്ലൈഡിൽ നിന്ന് നിങ്ങൾ മനസ്സിലാക്കേണ്ടത്. ക്ലിയർ? നെക്സ്റ്റ് അടുത്തത് മാച്ച് മിസ്മാച്ച് ഡിഫറൻസ്. അതാണ്, അതായത് 13 PV നമ്മൾ ബിസിനസ് ചെയ്താൽ 12 മണിക്കൂറിനുള്ളിൽ നെക്സ്റ്റ് അപ്പുറത്തെ വന്നില്ലെങ്കിൽ നമുക്ക് ആകെ കിട്ടിയിരുന്നത് 114 രൂപയാണ് അല്ലെ? 13 PVക്ക് ഒരേ സമയത്ത് വന്നാലാണ് അതിൽ കൂടുതൽ കിട്ടുള്ളൂ. ഇപ്പൊ 13 PV എപ്പം മാച്ച് ചെയ്താലും നമുക്ക് 40 രൂപ വെച്ചിട്ട് 520 രൂപ കിട്ടും. 25 PV മാച്ച് ചെയ്താൽ നമുക്ക് ഞാൻ നേരത്തെ കിട്ടിയിരുന്ന 220 രൂപയാണ്. ഞാൻ നേരത്തെ പറഞ്ഞതാണ് അത് എത്രയായിട്ട് മാറും? ഇപ്പോ 1000 രൂപയായിട്ട് മാറും. ഒരു ചെറിയ 25 PVയുടെ ബിസിനസ് ചെയ്ത വീട്ടമ്മക്ക് പോലും 1000 രൂപ ഒരു ദിവസം ഉണ്ടാക്കാൻ ഒരു പണിയില്ല. ക്ലിയർ? ഒരു വാട്ടർ പാഡും ഒരു നമ്മുടെ റെസ്റ്റ് ബാൻഡും കൊടുത്ത ആ എമൗണ്ട് ആയില്ലേ? 5,200 2 കച്ചവടം ചെയ്താൽ അത് ഒരേ ദിവസം ചെയ്യേണ്ടെന്ന്. ഈ സൈഡിൽ ഇന്ന് ചെയ്തു, നാളെയോ മറ്റന്നാളോ ആ സൈഡിൽ ചെയ്യുമ്പോഴും 1000 വെച്ച് നമുക്ക് കിട്ടിക്കൊണ്ടിരിക്കുന്നു. 50 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്കറിയാം 2000 രൂപ കിട്ടുന്നു. അവിടെ നമുക്ക് 50 PV മാച്ച് ചെയ്തപ്പോ 440 രൂപ കിട്ടിയത്. 440 രൂപയാണ് 2000 രൂപയായിട്ട് മാറുന്നത് അല്ലെ? അതേപോലെ തന്നെ 100 PV മാച്ച് ചെയ്യുമ്പോൾ 850 കിട്ടിയ സ്ഥാനത്ത് നമുക്ക് ഇനി വരാൻ വേണ്ടി പോകുന്നത് 4000 രൂപയാണ്. 1000 PV മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് അവിടെ കിട്ടിയത് 8,800 ആണെങ്കിൽ ഇനി ഇവിടെ 1,250 PV കൂട്ടിയിട്ടുണ്ട്. 250 കൂടി അഡീഷണൽ ചേർത്തിട്ടുണ്ട്. അപ്പൊ നമുക്കത് 8,800 പകരം 50,000 രൂപയാകാൻ വേണ്ടി പോകണം. ഓക്കെ, ഇത് ഞാൻ നേരത്തെ എക്സ്പ്ലെയിൻ ചെയ്ത് അത് തന്നെയാണ്. സ്ലൈഡ് ഒന്നും കൂടി കൃത്യമായിട്ട് എക്സ്പ്ലെയിൻ ചെയ്തിട്ടുണ്ടെന്ന് മാത്രമേ ഉള്ളൂ ഇവിടെ. ഓക്കെ, അപ്ഗ്രേഡഡ് ബോണസ് ക്രൈറ്റീരിയ ഫോർ 13 MPV.
ഇതാണ് എല്ലാവരും ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറഞ്ഞു, ഒരു പാക്കേജും ഇല്ലാതെ ഒരു സിംഗിൾ പ്രൊഡക്റ്റ്, 1 PV 2 PV 3 PV 5 PV ഒരു പ്രൊഡക്റ്റ് വാങ്ങിക്കൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ സ്റ്റാർട്ട് ചെയ്യുന്ന ആളുകളെ സംബന്ധിച്ചിടത്തോളം അവരുടെ വരുമാനം അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ആകണമെങ്കിൽ ഗവൺമെന്റ് റൂൾ അനുസരിച്ച് അവരുടെ ID 13 PV മിനിമം. അത് ഗവൺമെന്റ് റൂളാണ്. അപ്പൊ ഒരു PV പ്രൊഡക്റ്റ് പർച്ചേസ് ചെയ്യുന്ന ആൾക്ക് ഒരു കസ്റ്റമർ ആയിട്ട് ഇവിടെ നിൽക്കാം, നോ പ്രോബ്ലം. അദ്ദേഹം ഒരു കസ്റ്റമർ ആയിരിക്കും നമ്മുടെ ബയോട്ടോറിയത്തിന്റെ. ആ കസ്റ്റമർക്ക് വരുമാനം വേണമെന്നുണ്ടെങ്കിൽ അദ്ദേഹം എന്ത് ചെയ്യണം? 1 PV 2 PV വാങ്ങിയിട്ടുണ്ടെങ്കിൽ അത് 13 PV അപ്ഗ്രേഡ് ചെയ്യണം. അപ്ഗ്രേഡ് ചെയ്യേണ്ടത് എങ്ങനെയാണ്? വില്ലിങ്ങിൽ റീപർച്ചേസ് എടുത്തുകൊണ്ടാണ് അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. 13 PV അപ്ഗ്രേഡ് ചെയ്യണം. അതുവരെ അദ്ദേഹം ബിസിനസ് ചെയ്തു. ജീനിയസിലും വിന്നറിലും ആളുകൾ വന്നിട്ടുണ്ടെങ്കിൽ അവിടെ എത്ര PV വന്നിട്ടുണ്ടോ അതെല്ലാം തന്നെ അവിടെ ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും. എത്ര വരുമാനം വന്നാലും അത് ക്യാരി ഫോർവേഡ് ചെയ്ത് കിടക്കും. അത് എപ്പോഴാണോ അദ്ദേഹം 13 PV, അത് 1 PV ആണ് എടുത്ത് വീണ്ടും 12 PV കൂടി ചെയ്താൽ പോരാ, ഡയറക്റ്റ് തന്നെ 13 PV പർച്ചേസ് ചെയ്യണം. വീണ്ടും ഡയറക്റ്റ് 13 PV പർച്ചേസ് ചെയ്യണം, ബില്ലിങ്ങിൽ റീപർച്ചേസ് ചെയ്യണം. അപ്പോഴാണ് അദ്ദേഹത്തിന്റെ ഇൻകം റിലീസ് ആവുള്ളൂ. ക്ലിയർ? അത് 1 PVക്ക് 40 രൂപ വെച്ചിട്ട് ക്രെഡിറ്റ് ആവും. നെക്സ്റ്റ്, ഫൈനൽ കൺക്ലൂഷനിലേക്ക് വരുമ്പോൾ നമുക്കറിയാം, ഒരു MPV to 12 MPV കൺസിഡർ ചെയ്യുന്നത് ഒരു ആക്റ്റീവ് ID മാത്രമായിട്ടാണ് അവർക്ക് കിട്ടുള്ളൂ. 12 PVക്ക് ശേഷം മാത്രമാണ് അവരുടെ ഇൻകം ജനറേറ്റ് ചെയ്യുന്നുള്ളൂ. ഇനി ഏറ്റവും വളരെ പ്രധാനപ്പെട്ട ഒരു പോയിന്റ് ആണ് ഇവിടെ പറയാൻ വേണ്ടി പോകുന്നത്. 13 PVയും 25 PV എടുത്ത് ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന, ഇന്നലെ സ്റ്റാർട്ട് ചെയ്തവർക്ക് കുഴപ്പമില്ല, ഇന്നും കൂടി അവസരമുണ്ട്. ഇന്ന് വൈകിട്ട് 5 മണി വരെയും നിങ്ങൾക്ക് ആരുടെയും സുഹൃത്തുക്കളുടെയോ ബന്ധുക്കളുടെയോ ID അടിക്കാനുണ്ടെങ്കിൽ 13 PVയുടെ പർച്ചേസിലൂടെ അവരുടെ ID ക്രിയേറ്റ് ചെയ്ത അവർക്കും പ്രശ്നമില്ല. ഈ പ്ലാൻ ഇംപ്ലിമെന്റ് ചെയ്ത് കഴിഞ്ഞാൽ 13 PV 25 PVയുടെ ബിസിനസ് പാക്കേജ് എടുത്തുകൊണ്ട് ഈ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരാൾക്ക് ഒരു കട്ട് ഓഫിൽ മാക്സിമം 100 MPV മാച്ചിങ് കിട്ടുള്ളൂ. അതായത് 100 PV മാച്ച് ചെയ്താൽ 4000 രൂപ അവർക്ക് കിട്ടുള്ളൂ. ബാക്കിയെല്ലാം ഫ്ലഷ് ഔട്ട് ആവും. പോയിന്റ് ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ആൾ വിളിക്കണം, സാറേ ഞങ്ങളുടെ നിങ്ങൾക്ക് ഒരു പ്രശ്നമില്ല. ഇന്നലെ ഇപ്പൊ ആക്ടിവേഷൻ ചെയ്തവർക്കും പ്രശ്നം. ഇന്ന് വൈകിട്ട് 5 മണി വരെയും കൂടെ അതിനുള്ള സമയമുണ്ട്. അവരൊന്നും അപ്ഗ്രേഡ് ചെയ്യേണ്ട ആവശ്യമില്ല. ഈ പ്ലാൻ സാർ അനൗൺസ് ചെയ്തു, നാളെ മുതൽ നടപ്പിലാക്കി എന്ന് പറഞ്ഞാൽ പിന്നെ 2-ാം തീയതി മുതൽ വരുന്ന എൻട്രീസിന് മുഴുവൻ എന്ത് വേണം? മിനിമം 40 PVയുടെ എൻട്രി ആയിരിക്കണം നമ്മുടേത്. എന്നാൽ മാത്രമേ ഈ 50,000 രൂപ നമുക്ക് ഒരു കട്ട് ഓഫിൽ കിട്ടുള്ളൂ, 1 ലക്ഷം രൂപ വരുമാനം കിട്ടുള്ളൂ. ക്ലിയർ? അതുകൊണ്ട് പരമാവധി എന്ത് ചെയ്യാം, നമുക്ക് 40 MPVയുടെ പ്രൊഡക്റ്റ് കൊടുത്ത് എൻട്രി ചെയ്യിപ്പിക്കാം. എനിക്ക് കാശില്ല എങ്കിൽ നമുക്ക് അവരെ എൻട്രി ചെയ്യിപ്പിക്കാം. അവർക്ക് പൊസിഷന് വേണ്ടിയിട്ട്, അല്ലെ, ചില പൊസിഷൻ വേണം ചില ആളുകൾ വരുമ്പോൾ. ഇപ്പൊ പൈസ ഇല്ലെങ്കിൽ വലിയ ലീഡേഴ്സ് വരികയാണ്. അപ്പൊ എന്താ ചെയ്യാം, അല്ലെ? ആ സമയത്ത് എന്ത് ചെയ്യാം, നമുക്ക് ചെറിയൊരു ഐഡിയ അടിച്ച് നമുക്ക് അവരെയൊക്കെ സ്റ്റാർട്ട് ചെയ്യുക. 1 PVയോ 2 PVയോ അടിച്ച് അവർക്ക് പൊസിഷന് വേണ്ടിയിട്ട് നമുക്ക് അവിടെ സ്റ്റാർട്ട് ചെയ്യിപ്പിക്കാം. ഇപ്പൊ ലീഡേഴ്സിന് വിഷമം ഉണ്ടാവില്ല. അപ്പം പൊസിഷൻ കിട്ടുകയും ചെയ്യും. അതിനുശേഷം എന്ത് ചെയ്യുക, അവരെ കൊണ്ട് നേരെ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുന്നത് നമ്മൾ 40 MPVയിലേക്കാണ് എന്നുള്ളതാണ് ഏറ്റവും ബെറ്റർ. 13 ചെയ്യിക്കണ്ട, 40 MPVയിലേക്ക് ചെയ്യിപ്പിക്കുക. 40 MPVയിലേക്ക് അവർ അപ്ഗ്രേഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ അവര് വില്ലിംഗ്ലി റീപർച്ചേസിലാണ് ആ ID അപ്ഗ്രേഡ് ചെയ്യേണ്ടത്. അങ്ങനെ നമ്മുടെ അസോസിയേറ്റ് ആരെങ്കിലും ഒരാൾ അപ്ഗ്രേഡ് ചെയ്ത് 40 PV പുതുതായിട്ട് അവിടെ വന്നു എന്ന് വിചാരിക്കുക. ആണെങ്കിൽ മറ്റേ സൈഡിൽ ബിസിനസ് ഉണ്ടെങ്കിൽ അത് നമുക്ക് മാച്ച് ചെയ്യും. അത് മാച്ച് ചെയ്തിട്ട് നമുക്ക് ഇൻകം ക്രെഡിറ്റ് ആവുന്നതായിരിക്കും. ക്ലിയർ ആയില്ലേ? അതായത് 13 PV എടുത്ത് ഒരാൾ വന്നു, അല്ലെങ്കിൽ 1 PV എടുത്ത് എൻട്രി ചെയ്തു, അദ്ദേഹം ടീം വരികയാണ്. ആ ടീം വരുന്ന സമയത്ത് അദ്ദേഹത്തിന്റെ കയ്യിൽ കാശില്ല, നല്ല ലീഡേഴ്സ് വരികയാണ്. അപ്പൊ എന്ത് ചെയ്യാം, 1 PVയോ 2 PVക്കോ അദ്ദേഹത്തെ നമുക്ക് എൻട്രി ചെയ്യിപ്പിക്കാം. നെക്സ്റ്റ് അവരത് 40 PVയിലേക്ക് അപ്ഗ്രേഡ് ചെയ്യുമ്പോൾ ആ 40 PV നമ്മുടെ കാൽക്കുലേഷനിൽ വരും. നമുക്ക് ആ 40 ഇപ്പുറത്ത് മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് 1600 രൂപ കിട്ടും. ക്ലിയർ? ഇതാണ് ഈ പോയിന്റിൽ ഉദ്ദേശിച്ചിരിക്കുന്നത്. നെക്സ്റ്റ്, അടുത്ത ഇവിടെ കൊടുത്തിരിക്കുന്ന എല്ലാവരും ശ്രദ്ധിക്കേണ്ട ഒരു പ്രധാനപ്പെട്ട പോയിന്റ് ആണ് ഡിഫറൻസ് ആൻഡ് ഡ്രോബാക്ക് ഓഫ് ഫാമിലി ബോണസ്. ഇത് പഴയതാണ്, ഇത് നമ്മൾ കൂടുതൽ പറയേണ്ട കാര്യമില്ല. നമ്മുടെ ഒരു വിങ്ങിൽ 500 PVയുടെ ബിസിനസ് വന്നു വന്നിരിക്കാം. അപ്പൊ അപ്ലൈൻ ലീഡർ പറയും, ഇന്ന് വെക്കല്ലേ, നാളെ വെക്കാം അല്ലെ, ലോട്ടറിക്കാർ പറയും പോലെ, അല്ലെ? അപ്പോ ഇതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും. അവിടെ ഹോൾഡ് ചെയ്ത് വെക്കും, ആ എൻട്രി വെക്കില്ല, അവിടെ പിടിച്ചു വെച്ചോണ്ടിരിക്കുക. അങ്ങനെ എത്ര ദിവസങ്ങൾ വെച്ച് എൻട്രി ഉണ്ടെന്നറിയോ? അപ്പൊ ഇങ്ങനെ ഒരു സൈഡിൽ 500 വന്നു കഴിഞ്ഞാൽ ഒന്നും കിട്ടില്ല. ഇപ്പൊ നമുക്ക് 500 ഒരു പവർ ഉണ്ടെങ്കിൽ ഇപ്പുറത്ത് 500 കയറി കിടന്നു കഴിഞ്ഞാൽ നമുക്ക് കിട്ടാൻ വേണ്ടി പോകുന്നത് എത്രയാണ്? 20,000 രൂപ കിട്ടും, അല്ലെ? അവിടെ കിടന്നാൽ അത് പവറിലേക്ക് വന്നാലും അപ്പുറത്തുണ്ടെങ്കിൽ ആകെ 14,740 രൂപ നമുക്കൊരു കട്ട് ഓഫിൽ കിട്ടുള്ളൂ. അതുകൊണ്ട് ഇനി അങ്ങനത്തെ പ്രശ്നം ഇവിടെ ഉദിക്കുന്നില്ല.
എപ്പോ വേണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ വേണ്ടി സാധിക്കും? ഫുൾ ഫോക്കസ് ചെയ്തുകൊണ്ട് നമുക്ക് ഏത് സമയത്തും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ID ക്രിയേറ്റ് ചെയ്ത് കൊണ്ടുപോകാൻ വേണ്ടി സാധിക്കും. അങ്ങനെ 50,000 രൂപ എന്ന കട്ട് ഓഫിലേക്ക് വളരെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് നോൺ സ്റ്റോപ്പ് ആയിട്ട് എത്താൻ വേണ്ടി സാധിക്കുന്നുള്ളതാണ് ഇതിന്റെ പ്രത്യേകത. അതൊരു സ്ലൈഡിലൂടെ സാർ ഇവിടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. നെക്സ്റ്റ്, ഇത് ഞാൻ നേരത്തെ പറഞ്ഞു തന്നെയാണ്. നമുക്കറിയാം ബൂസ്റ്റർ ബോണസ് ഇംപ്ലിമെന്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ നമുക്ക് ഈ പറഞ്ഞ വരുമാനം വരും. അടുത്തത് 100 PV 50 PVക്കൊക്കെ നേരത്തെ കിട്ടിയത് തന്നെ വരുമാനം വരും. ഇത് ഞാൻ നേരത്തെ ഇപ്പൊ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അതായത് 30/6 എന്നുള്ളത് ഇന്നും കൂടി ഉണ്ടാവും. നമുക്ക് 13 MPV ചെയ്ത ആളുകൾക്ക്, അതായത് നേരത്തെ ഇന്നിപ്പോ ചെയ്ത ആളുകൾക്കെല്ലാം തന്നെ നമുക്ക് 13 MPV 25 PV 50 PV 100 PV ഒക്കെയാണ് നമ്മുടെ ID എങ്കിൽ നമുക്ക് ഫുൾ 50,000 വെച്ച് 1 ലക്ഷം രൂപ ഡെയിലി കിട്ടും. ഇനി അത് ഇംപ്ലിമെന്റ് ചെയ്താൽ ഇതിനകത്ത് ഒന്നാ കാണിച്ചിരിക്കുന്നത്, നാളത്തേക്ക് ആവുള്ളൂ. അപ്പൊ ഇന്നുകൂടി ചാൻസ് ഉണ്ട്. അതിനകത്ത് വളരെ കൃത്യമായിട്ട് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ സ്ലൈഡ് രൂപത്തിൽ ഇവിടെ കാണിച്ചത് മാത്രമേ ഉള്ളൂ. നമുക്ക് 40 വെച്ചിട്ട് 4,000 രൂപ ഒരു കട്ട് ഓഫിൽ കിട്ടുള്ളൂ. ഒരു ദിവസം 8,000 രൂപ മാത്രമേ 13 PVയും 25 PVയും ബിസിനസ് ആക്ടിവിറ്റി ചെയ്ത് വരുന്നവർക്ക് കിട്ടുള്ളൂ. അവരെന്ത് ചെയ്യണം? മിനിമം 40 PV ആയിട്ട് അപ്ഗ്രേഡ് ചെയ്യണം എന്നുള്ളതാണ്. ക്ലിയർ? ഓക്കെ. അപ്പൊ 50,000 കിട്ടും. പെർ ഡേ 1 lakh കിട്ടും. ഓക്കെ. നെക്സ്റ്റ്, അപ്പൊ നമ്മുടെ ബോണസ് വർദ്ധിക്കുന്നതിനെ കുറിച്ച് ഇവിടെ പറഞ്ഞില്ലേ? ഫസ്റ്റ് 12 മണിക്കൂറിൽ 13 MPV 25 PV എടുത്ത ഒരാൾക്ക്, അതിപ്പോ പറഞ്ഞ കാര്യം സ്ലൈഡിൽ കാണിച്ചു എന്ന് മാത്രമേ ഉള്ളൂ. 13 PVയും 25 PV എടുത്ത് വരുന്ന ഒരാൾക്ക് 8,000 രൂപയാണ് മാക്സിമം ഒരു ദിവസം കിട്ടുള്ളൂ. 4,000 വെച്ചിട്ട് കിട്ടത്തുള്ളൂ. ക്ലിയർ ആയി വിശ്വസിക്കുന്നു ഞാനത്. അതുകൊണ്ട് എല്ലാവരും എന്ത് ചെയ്യുക? 40 PVയുടെ ബിസിനസ് തന്നെ ചെയ്യിപ്പിക്കുക. ഇത് നിവർത്തിയില്ല, അവർ ലീഡേഴ്സ് അതിന്റെ കൂടെ വരുന്നുണ്ടെങ്കിൽ മാത്രം ഇത് ചെയ്യുക. അത് നമ്മൾ അപ്ഗ്രേഡ് ചെയ്യിപ്പിക്കുക. 4,000 ഒരു കട്ട് ഓഫിൽ 4,000 8,000 രൂപ മാത്രമേ കിട്ടുള്ളൂ. ഇത് ആർക്കാണ്? 13 PVയും 25 PVയും എടുത്ത് ഇനി മുതൽ ബിസിനസ് സ്റ്റാർട്ട് ചെയ്യുന്ന ആൾക്കാണ് കേട്ടോ. ഇന്നലെ ചെയ്തവർക്കും ആ പ്രശ്നമില്ല. ഇന്ന് വൈകിട്ട് 5 മണി വരെ ആക്ടിവേറ്റ് ചെയ്യുന്നവർക്കും ഈ പ്രോബ്ലം ഉണ്ടാവില്ല. ഓക്കെ. നെക്സ്റ്റ്, ബൂസ്റ്റർ അല്ലെ, ഡബിൾ ധമാക്ക ബോണസ്. അതാണ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചത്. ബൂസ്റ്റർ ഡബിൾ ധമാക്ക വരികയാണ്. ബൂസ്റ്റർ ബോണസ് ഇല്ല എന്നൊക്കെ ആർക്കും സങ്കടപ്പെടേണ്ട. ബൂസ്റ്റർ ബോണസും കൂടി ആഡ് ചെയ്തുകൊണ്ട് ജൂലൈ 15-ാം തീയതി ഇത് ലോഞ്ച് ചെയ്യാൻ വേണ്ടി പോവാണ്. 15-ാം തീയതി. ഓക്കെ. അതിന്റെ പാക്കേജസ് സാറെ അനൗൺസ് ചെയ്യും. എന്നാലും ഒരു എക്സാമ്പിൾ ഇവിടെ നമ്മൾ കാണിക്കുന്നുണ്ട്. നെക്സ്റ്റ് വരട്ടെ. ഇത് ഓൾറെഡി നമ്മൾ നേരത്തെ പറഞ്ഞ കാര്യങ്ങൾ തന്നെയാണ്. അതുകൊണ്ട് ഇത് ഞാനിപ്പോ എക്സ്പ്ലെയിൻ ചെയ്യുന്നില്ല. കാരണം ഒരു 200 PV വന്നാൽ നമുക്കറിയാം ആകെ കിട്ടുക 1,760 രൂപയാണ്. പവർ ക്യാരി ഫോർവേഡ് മണി സൈഡിൽ 200 PV വന്നു, നമുക്ക് 1,760 കിട്ടും അല്ലെ. 100 ആണെങ്കിൽ 850 കിട്ടും. ഇവിടെ 100 ആണെങ്കിൽ 4,000 കിട്ടും. 200 ആണെങ്കിൽ നമുക്ക് 8,000 കിട്ടും അല്ലെ. 300 ആണെങ്കിൽ നമുക്ക് ഇവിടെ കിട്ടിക്കൊണ്ടിരുന്നത് 2,840 രൂപയാണ്. അതിന് പകരം നമുക്ക് 12,000 രൂപ കിട്ടും. 500 PV ആണ് നമുക്ക് ഇവിടെ കിട്ടുന്നത്. ആകെ ഏകദേശം 4,400 രൂപയാണ്. 500 PV ഒരു പവർ ബിസിനസ് ഉള്ള ഒരാളെ സംബന്ധിച്ചുള്ള മണി ലെഗിൽ ബിസിനസ് കയറുമ്പോൾ ഒരേ സമയത്ത് വന്നില്ല എങ്കിൽ 4,400 90% ആളുകൾക്ക് ഈ വരുമാനമാണ് കിട്ടിക്കൊണ്ടിരുന്നത്. ഇപ്പൊ 4,400 രൂപയാണ് കിട്ടുക. അത് അവിടെ നമുക്ക് 20,000 രൂപ കിട്ടും. ആ സ്ലൈഡ് നമ്മൾ കഴിഞ്ഞ ദിവസം എക്സ്പ്ലെയിൻ ചെയ്ത സ്ലൈഡാണ്. ക്ലിയർ? ഓക്കെ. നെക്സ്റ്റ്, ഇത് അടിപൊളി സംഭവമാണ് കേട്ടോ. അതായത് നിങ്ങളുടെ പാൻ കാർഡ് ഇൻകം 2 ലക്ഷം രൂപയിൽ താഴെയുള്ളവർക്ക് മാത്രമുള്ള ഒരു ഓഫറാണ്. അല്ലാത്തവർക്ക് എന്ത് ചെയ്യാം? പുതിയ ഐഡി അടിച്ച് ക്രിയേറ്റ് ചെയ്ത് തുടങ്ങാലോ നമുക്ക് അല്ലെ. ഒരു വീട്ടിൽ ഒരു പാൻ കാർഡിന് ഒരു ഐഡിയല്ലേ ഉള്ളൂ. ഇനി മക്കളുടെയോ ഭാര്യയുടെയോ മകന്റെയോ ഒക്കെ പേരിൽ ഐഡി അടിച്ച് സ്റ്റാർട്ട് ചെയ്യാം. അങ്ങനെ ഐഡി അടിച്ച് സ്റ്റാർട്ട് ചെയ്ത് വരുമ്പോ 200 PV മാച്ച് ചെയ്താൽ വിത്തിൻ 1 month, അതായത് ഈ ജൂലൈ 30-നുള്ളിൽ 31 ഈ മാസം ജൂലൈ 31-നുള്ളിൽ 30 ഡേയ്സ് പ്രത്യേകം എഴുതിയിരുന്നു. 30 ആയിരിക്കും. ക്ലാരിഫിക്കേഷൻ എടുക്കാം. 30 ദിവസത്തിനുള്ളിൽ നമ്മൾ എത്ര PV മാച്ച് ചെയ്താൽ മതി? 200 PV. അത് നമ്മുടെ ക്രൈറ്റീരിയ ഉൾപ്പെടെയാണ് കേട്ടോ. ക്രൈറ്റീരിയ ഉൾപ്പെടെ ടോട്ടൽ നിങ്ങൾ ID തുറന്നു നോക്കുമ്പോൾ 200 PV ജീനിയസിലും 200 PV വിന്നറിലും വന്നിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു ഗിഫ്റ്റ് കൊടുക്കുകയാണ് കമ്പനി. ഒരു വാട്ടർ എനർജി പാഡ്, 2 റിസ്റ്റ് ബാൻഡ്. ഒരു മാസത്തിനുള്ളിൽ 200 PV. ഇത് ആർക്ക് കിട്ടും? ടോപ്പ് ലീഡേഴ്സിനൊന്നും കിട്ടില്ല. നിങ്ങളുടെ പാൻ കാർഡ് ഇൻകം 2 ലക്ഷത്തിൽ താഴെ ആയിരിക്കണം. അപ്പൊ എന്ത് ഒരു പുതിയ ID ക്രിയേറ്റ് ചെയ്ത് പണി തുടങ്ങുക, അത്രേ ഉള്ളൂ. ഇനി അത് 400 PV ആണെന്ന് ഇരിക്കാം. 400 PV ആണെങ്കിൽ നമുക്ക് അടിപൊളി 24 കാരറ്റ് ഗോൾഡ് പ്ലേറ്റഡ് വാച്ച് ആണിത്. അടിപൊളി വാച്ചാണിത്. അതിൽ 2 എണ്ണം ഉണ്ട്. ലേഡീസിന്റെ ഉണ്ട്, ജെന്റ്സിന്റെ ഉണ്ട്. നിങ്ങളുടെ ചോയ്സ് ആണത്. ആ ചോയ്സ് അനുസരിച്ച് ഒരു വാച്ച് നിങ്ങൾക്ക് എടുക്കാൻ വേണ്ടി സാധിക്കും. അത് മാച്ച് ചെയ്യേണ്ടത് 400 PV ആണ്. ഈ സ്ലൈഡ് മാറിയിട്ടുണ്ട്. ഇത് 700 PV ആണ് നിങ്ങൾ ചെയ്യുന്നതെങ്കിൽ
നിങ്ങൾക്ക് 2 വാച്ച് കിട്ടും. ഭാര്യക്കും ഭർത്താവിനും കിട്ടും. 400 PV ആണ് ചെയ്തതെങ്കിൽ 1 വാച്ചേ കിട്ടുള്ളൂ. അത് നിങ്ങൾക്ക് ചോയ്സ് ഉണ്ട്, ആർക്ക് വേണം, ലേഡീസിന് വേണോ ജെന്റ്സിന് വേണോ എന്ന് സെലക്ട് ചെയ്യാം. ഇനി 400 നമ്മൾ 700 എത്തി. ഇത് ഏതെങ്കിലും ഒരെണ്ണേ കിട്ടുള്ളൂ. 400 ആ വാച്ച് മേടിച്ച് 700 ഈ വാച്ച് അത് കിട്ടത്തില്ല. ഒരെണ്ണമാണ് കിട്ടുക ഇതിനകത്ത്. ഈ 3 എണ്ണത്തിൽ ഒരു ഗിഫ്റ്റ് ആണ് കിട്ടുള്ളൂ. ഓക്കെ, അതെല്ലാവർക്കും അറിയുന്ന കാര്യമാണ്. അപ്പൊ 700 MPVയിലേക്ക് നിങ്ങൾ എത്തിയിട്ടുണ്ടെങ്കിൽ 2 വാച്ച് നിങ്ങൾക്ക് കിട്ടും. അത് വിത്തിൻ 30 days ആണ് വരാൻ വേണ്ടി പോകുന്നത്. ഇത് അടിപൊളി ഗിഫ്റ്റ് ആണ്. ഇത് നമുക്ക് നന്നായിട്ട് ടീമിലേക്ക് പ്രൊമോട്ട് ചെയ്തുകൊണ്ട് വലിയൊരു ടീമിനെ ഫാസ്റ്റ് ആയിട്ട് നമുക്ക് ക്രിയേറ്റ് ചെയ്തെടുക്കാനും ഹ്യൂജ് ഇൻകത്തിലേക്ക് ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എത്തിച്ചേരാനും വേണ്ടി സാധിക്കുന്നതാണ്. നെക്സ്റ്റ്, അടുത്തത് വരുന്നത് ഓൾഡ് ക്യാരി ഫോർവേഡ്. അത് എങ്ങനെ മാച്ച് ചെയ്യുന്നുള്ളത് നമുക്കൊരു വലിയൊരു പവറിലേക്ക് നമുക്ക് കിടക്കുകയാണ്. അപ്പൊ മണി ലെഗിൽ മാത്രമാണ് പുതിയ ബിസിനസ് വന്നതെങ്കിൽ അത് മാച്ച് ചെയ്യുമ്പോൾ പഴയതും പുതിയതും മാച്ച് ചെയ്യുമ്പോൾ നമുക്ക് പഴയതിന്റെ എമൗണ്ടേ കിട്ടുള്ളൂ. അപ്പോൾ 880 രൂപയെ കിട്ടുള്ളൂ 100 PV മാച്ച് ചെയ്യും. ക്ലിയർ ആയി വിശ്വസിക്കുന്നു. ഒരാൾക്ക് പവർ സൈഡിൽ കിടപ്പുണ്ട്, മണി സൈഡിൽ ഒരു 100 PV കയറി, അപ്പം അവിടെ 850 കിട്ടുള്ളൂ. അതിനുള്ള എളുപ്പവഴി ഞാൻ കഴിഞ്ഞ ദിവസമേ പറയാൻ തുടങ്ങിയിട്ടുണ്ട്. നിങ്ങൾ ആദ്യം പവർ ലെഗിൽ പോയിട്ട് വർക്ക് ചെയ്യണം. പവർ ലെഗിലേക്ക് ആളുകൾ തിരിഞ്ഞു നോക്കാറേ ഇല്ല, അല്ലെ? അപ്പൊ 2 വിങ് നമുക്ക് ഒരുപോലെയാണ്. 2 കൈകളും 2 കാലും ഉള്ളതുപോലെ തന്നെ നമ്മൾ 2 വിങ്ങും ശ്രദ്ധിക്കുക. പവർ ലെഗിൽ ആദ്യം ബിസിനസ് ആക്ടിവേറ്റ് ചെയ്ത് അതിനുശേഷം മണിയിൽ ആക്ടിവേറ്റ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് 4000 രൂപ കിട്ടും. ഇല്ല, പവറിൽ ബിസിനസ് ഒന്നും വന്നില്ല, മണിയിൽ മാത്രമാണ് വരുന്നെങ്കിൽ 850 രൂപ വെച്ച് കിട്ടുള്ളൂ. അതേ കമ്പനിക്ക് കൊടുക്കാൻ പറ്റുള്ളൂ. ക്ലിയർ ആയെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഇനി മണി ലെഗില് 500 PV വന്നു, പവർ ലെഗിൽ 200 PV വന്നു. പുതിയത് മണി ലെഗിൽ 500 വന്നു, പവറിൽ 200 വന്നു. അപ്പൊ എത്ര മാച്ച് ചെയ്യും? ആദ്യം പുതിയ ബിസിനസ് ആണ് മാച്ച് ചെയ്യാം സോഫ്റ്റ്വെയർ. അപ്പൊ 200 മാച്ച് ചെയ്ത് പവറിൽ 200 ഉണ്ട്, മണിയിൽ 500 ഉണ്ട്. അപ്പൊ മാച്ച് ചെയ്യുന്നത് 200 ആണ് പുതിയത്. അപ്പൊ 200 ഇൻറ്റു നമുക്കറിയാം 100 PVക്ക് 4000 വെച്ചിട്ട് 8000 രൂപ കിട്ടും. പ്ലസ് ബാലൻസ് ഉള്ള ഇതെന്ത് ചെയ്യും? മറ്റേതിന് കാൽക്കുലേറ്റ് ചെയ്യും. പഴയ 850 രൂപ വെച്ച് കിട്ടും. ആ രീതിയിലാണ് കാൽക്കുലേഷൻ പോവുക. ഓക്കെ, നെക്സ്റ്റ്, പതിമൂന്നും 25. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞതിനാണ്. മിനിമം എലിജിബിലിറ്റിയെ കുറിച്ച് പറഞ്ഞു. 12 ആണെങ്കിൽ നമ്മളത് 13ലേക്ക് ആക്കണം. ഞാൻ പറഞ്ഞു 13ലേക്കും ആക്കണ്ട, നേരെ 40ലേക്ക് എത്തിക്കുക എന്നുള്ളതാണ് എനിക്ക് പറയാനുള്ളത് കേട്ടാ. 13, 25 ആക്കിയിട്ട് 4000 രൂപ ആരും വാങ്ങിക്കണ്ടല്ലോ. അപ്പോൾ 1 PVയോ 2 PVയോ ബിസിനസ് എടുത്ത് വന്ന ആളുകൾ അവരെ പൊസിഷൻ കിട്ടാൻ വേണ്ടി നമുക്ക് എൻട്രി ചെയ്യിപ്പിച്ചാൽ പിന്നീട് അവരെ കൊണ്ട് നേരിട്ട് 40 PVയിലേക്ക് എത്തിക്കുന്നതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ, നെക്സ്റ്റ്, ഇനി ബൂസ്റ്റർ ബോണസിനെ കുറിച്ചുള്ള ഒരു കമ്പാരിസൺ ആണ് ഇവിടെ സാർ കാണിച്ചിരിക്കുന്നത്. 14,300 നമുക്ക് 50 MPV ഉണ്ട്. അതിന് ബൂസ്റ്റർ കിട്ടില്ല, നേരത്തെ കിട്ടുമായിരുന്നു. പുതിയ പ്ലാൻ അനുസരിച്ച് കിട്ടില്ല, അത് കൊടുക്കാൻ പറ്റില്ല. ഇപ്പൊ 14,300 50 PV ഉണ്ട്. അതേ സെയിം പ്രൊഡക്റ്റിന് നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? 20,300 നമുക്ക് ബൂസ്റ്ററിലേക്ക് വരികയാണ്. 20,300 ബൂസ്റ്ററിലേക്ക് വരുമ്പോൾ അവിടെ നമുക്കറിയാം 14,300 ഒരു സിംഗിൾ പ്രീമിയം മാട്രസ് പാഡ് മാത്രമാണ് ഉണ്ടായിരുന്നത്. ഒരാൾക്ക് മാത്രം ഉപയോഗിക്കാൻ പറ്റുന്ന മാട്രസ് പാഡ്, പില്ലോ പാഡ്, റിസ്റ്റ് ബാൻഡ്, വാട്ടർ എനർജി പാഡ്, അതിന്റെ കൂടെ 3 അൾട്രാ ബെറി ജ്യൂസ് ഉണ്ടായിരുന്നു. അത് ബൂസ്റ്ററിലേക്ക് മാറ്റുമ്പോൾ അതെല്ലാം ഡബിൾ ആക്കി കൊടുത്തിട്ടുണ്ട് എന്നുള്ളതാണ്. നേരെ ഡബിൾ ആക്കുമ്പോൾ എത്ര വേണം? അതിന്റെ എമൗണ്ട് 28,600 രൂപ വേണം. എല്ലാം ഇരട്ടിയാക്കിയിട്ടുണ്ട്. അപ്പൊ 20, അതായത് നമ്മുടെ റിസ്റ്റ് ബാൻഡ് എല്ലാം 2 കിട്ടും, മാട്രസ് പാഡ് 2 കിട്ടും, എല്ലാം 2 വീതം കിട്ടും. അപ്പൊ ആ പാക്കേജ് സെയിൽ ചെയ്യുന്ന കസ്റ്റമറെ സംബന്ധിച്ചിടത്തോളം അത് ബൂസ്റ്റർ ഇൻകം കൂടി അവർക്ക് കിട്ടും. അപ്പൊ 2020 രൂപ കിട്ടും. അത് 50 PV ആണ് മാച്ച് ചെയ്യുന്നത്. ഇത് 2 സെയിൽ നമ്മൾ ജീനിയർസിലും വിന്നർ സൈഡിലും ചെയ്താൽ 2020 പ്ലസ് 2020 4040 പ്ലസ് അതിന്റെ മാച്ചിങ് ബോണസ് 2000. അപ്പൊ 6000 സംതിങ് നമുക്ക് ഒറ്റയ്ക്ക് വരുമാനം നേടാൻ പറ്റുന്ന ഒരു പ്ലാനാണ് ബൂസ്റ്ററിലേക്ക് ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. നെക്സ്റ്റ്, അടുത്തത് വരുന്നത് 50, 100ന്റെയും വ്യത്യാസം സാറ് കാണിച്ചിരിക്കുകയാണ് ഇവിടെ, അല്ലെ? 50ന് ബൂസ്റ്റർ, 50ന്റെ ബൂസ്റ്റർ, ഇപ്പൊ പുതിയ ബൂസ്റ്ററിൽ 50ന് നമുക്ക് 20,300 രൂപയാണ് വരിക. ബൂസ്റ്ററിൽ 2020 കിട്ടും. അപ്പൊ നമ്മളൊരു നല്ലൊരു സ്റ്റാൻഡേർഡ് ഫാമിലിയിലേക്കൊക്കെ പോയിട്ട് നമ്മൾ മാഗ്നറ്റിക് തെറാപ്പിയെ കുറിച്ചും ഇതിന്റെ സാധ്യതകളെ കുറിച്ചും ഈ പ്രൊഡക്റ്റ് ഉപയോഗിക്കേണ്ട ആവശ്യകതയെ കുറിച്ചും ഒക്കെ നമ്മൾ നന്നായിട്ട് സംസാരിച്ചു കഴിയുമ്പോൾ അവർക്ക് ഈ പ്രൊഡക്റ്റ് വേണമെന്ന് തോന്നി കഴിഞ്ഞാൽ നമുക്കെന്താ, അവർക്ക് ഒരു വീട്ടിൽ 4 പേരൊക്കെ ഉണ്ടാവും, ഭാര്യ, ഭർത്താവ്, 2 കുട്ടികൾ, ഇല്ലേ? അപ്പൊ 4 പേരെങ്കിലും മിനിമം ഒരു ഫാമിലിയിൽ ഉണ്ടാവും. അപ്പൊ ഒരെണ്ണം മാത്രം വാങ്ങിക്കുമ്പോൾ അവർക്ക് കാശ് കൂടും. അപ്പൊ നമുക്ക് പറയാം, ഒരു സജഷൻ കൊടുക്കാം, സാറേ 4 എണ്ണം കൂടെ കിട്ടുന്ന ഒരു പാക്കേജ് ഞങ്ങളുടെ കയ്യിലുണ്ട്, നിങ്ങൾക്ക് 4 പേർക്ക് യൂസ് ചെയ്യാൻ പറ്റി സാധിക്കും. അതേപോലെ തന്നെ 6 അൾട്രാബെറി ജ്യൂസും കൂടെ ഇതിന്റെ കൂടെ ഉണ്ട്. 6 അൾട്രാബെറി ജ്യൂസിന് തന്നെ 24,000 രൂപയായി സാറേ ഇതിന്റെ വില. ഇത് നിങ്ങൾക്ക്
36,500 രൂപ ഇപ്പൊ ഒരു ഓഫർ പ്രൈസിൽ നിങ്ങൾക്ക് കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ഫാമിലി സുരക്ഷിതമായിരിക്കും. ധൈര്യമായിട്ട് കുട്ടികൾക്കൊക്കെ നല്ലതാണ്, പഠിത്തത്തിനൊക്കെ നല്ലതായിരിക്കും, അവരുടെ എനർജി ലെവൽ എല്ലാത്തിനും ബെസ്റ്റ് ആണ് എന്ന് പറയുമ്പോൾ ഒരു സ്റ്റാൻഡേർഡ് ഫാമിലി ചെന്ന് കസ്റ്റമർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഒരു പാക്കേജ്, ഇത് സിമ്പിൾ ആയിട്ട് നമുക്ക് മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും സ്റ്റാൻഡേർഡ് ഫാമിലിയിലേക്ക് പോയി കഴിഞ്ഞാൽ. അപ്പൊ ഒരു 4 ഒരുമിച്ച് നമുക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കും. അപ്പൊ 100 PV നമുക്ക് കിട്ടുകയും ചെയ്യും, പ്ലസ് ബൂസ്റ്റർ ബോണസ് 4040 കിട്ടുകയും ചെയ്യും. ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് മാർക്കറ്റ് ചെയ്യേണ്ട രീതിയാണ് ഞാൻ ഇവിടെ നിങ്ങളോട് സംസാരിച്ചത്. സ്റ്റാൻഡേർഡ് ഫാമിലി ചെന്ന് കഴിഞ്ഞാൽ അവർ ഇതിന്റെ മാഗ്നറ്റിക് തെറാപ്പിയുടെ സാധ്യത പറഞ്ഞ് മനസ്സിലാക്കി അവർ ഷുവറായിട്ട് കുട്ടികൾക്കും കൂടി വേണം എന്ന് പറയുമ്പോൾ അവർ ഈ പാക്കേജ് ഷുവറായിട്ട് പർച്ചേസ് ചെയ്യും. അപ്പം അത് പറഞ്ഞ് സ്റ്റാൻഡേർഡ് ഫാമിലിയിലേക്ക് പോകണം. അപ്പൊ 36,500 രൂപയുടെ പാക്കേജ് കൊടുക്കുമ്പോൾ നമുക്ക് അവിടെ 4040 രൂപ ബൂസ്റ്റർ ബോണസ് കിട്ടും. അങ്ങനെ 2 സെയിൽ നമുക്ക് നടത്താൻ പറ്റിയെന്ന് വിചാരിക്കാം. 2 നടത്തിയ അത്രയായി 880 രൂപയായി. പ്ലസ് അത് മാച്ച് ചെയ്യുമ്പോൾ 4000, ടോട്ടൽ 12,000 രൂപ നമുക്ക് ഒറ്റക്ക് വേണമെങ്കിൽ വർക്ക് ചെയ്തുണ്ടാക്കാം സ്റ്റാൻഡേർഡ് കസ്റ്റമറിലേക്ക് ഫോക്കസ് ചെയ്താൽ. ഇനി ഒരു സൈഡിലേക്ക് ഇത് വന്നുള്ളൂ, മറ്റേ സൈഡിലേക്ക് മാച്ചിങ് ഉണ്ട്. അപ്പൊ നമുക്ക് എത്ര കിട്ടും? ഈ 4040 പ്ലസ് 4000 മാച്ചിങ് പോയിന്റ് കിട്ടും. അപ്പൊ 840 രൂപ നമുക്ക് അവിടെ ഇൻകം ജനറേറ്റ് ചെയ്യും. ഇത് 15-ാം തീയതി മുതൽ ഈ ബൂസ്റ്ററും കൂടി ഇംപ്ലിമെന്റ് ചെയ്യാണ്. ഓക്കെ, നെക്സ്റ്റ്. ഇത് നമ്മൾ നേരത്തെ പറഞ്ഞത് തന്നെയാണ് ഇവിടെ വീണ്ടും കാണിച്ചിരിക്കുന്നത്. 100 MBVക്ക് നമുക്ക് ഓരോ എനി ടൈം അല്ലെ, എനി ടൈം എവറി ടൈം നമുക്ക് കിട്ടുന്നത് 4000 രൂപ വെച്ചിട്ടുള്ള സ്ലൈഡാണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പൊ ഓരോ 12 മണിക്കൂറിലും നമുക്ക് 50,000 രൂപ, 1,00,000 രൂപ നമുക്ക് നേടാൻ പറ്റും. പെർ ഡേ നമുക്ക് ഒരു 1 lakh rupees അച്ചീവ് ചെയ്യാൻ പറ്റുന്ന സൂപ്പറായിട്ട് ഇന്ന് ഇന്ത്യൻ ഡയറക്ട് സെല്ലിംഗ് മേഖലയെ പരിശോധിക്കുമ്പോൾ ഇത്രയും വരുമാനം കൊടുക്കുന്ന ഒരു പ്ലാൻ ഇന്ന് നിലവിലില്ല എന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. നെക്സ്റ്റ്. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ഒന്നും കൂടെ സ്ലൈഡ് എടുത്ത് വേണം, ഒന്നും കൂടെ സ്ലൈഡ് എടുത്ത് ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ ബാക്ക് ഓക്കെ. ഇത് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്കറിയാം ചെറിയൊരു മിസ്റ്റേക്ക് വന്നിട്ടുണ്ട് അതിനകത്ത്. അപ്പോ കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും. ഒരു ദിവസം നമുക്ക് 1,00,000 രൂപ വെച്ച് കാൽക്കുലേറ്റ് ചെയ്യുമ്പോൾ പെർ മന്ത് 30 ലക്ഷം രൂപ നമുക്ക് വരുമാനം ഉണ്ടാക്കാം. അതിനകത്ത് കൊടുത്തിട്ടില്ല, അത് നമുക്കത് ആഡ് ചെയ്യാം. പെർ ഡേ പെർ ഐഡി 1 lakh ആണ്. അപ്പൊ ഒരു വർഷം നമുക്ക് ഇതിനകത്ത് 3,65,00,000 രൂപയാണ് നമുക്ക് നേടാൻ പറ്റുന്നത്. എന്തോ ടൈപ്പിംഗ് മിസ്റ്റേക്ക് വന്നതാണ് ആ സ്ലൈഡിൽ. 3,65,00,000 രൂപ നമുക്ക് ഒരു വർഷം ഈ പ്ലാനിലൂടെ നേടാൻ സാധിക്കും. ഓക്കെ, താങ്ക് യു. അപ്പൊ എല്ലാവർക്കും കാര്യങ്ങൾ മനസ്സിലായി എന്ന് ഞാൻ വിശ്വസിക്കുന്നു. നമ്മൾ സ്വപ്നം കാണാത്ത രീതിയിൽ അല്ലെ, തന്റെ ഒന്നിച്ചു പഠിച്ച അല്ലെ കൃഷ്ണന്റെ അടുത്തേക്ക് കുചേലൻ ഒരു കൊടയൊക്കെ പിടിച്ച് കൃഷ്ണനെ കാണാൻ പോയി. കൃഷ്ണനെ കാണാൻ പോകാൻ കുറേ നാളായിട്ട് ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുക അല്ലെ. സഹപാഠിയാണ്, കൃഷ്ണന്റെ അടുത്ത് പോകണം. നിങ്ങൾ സഹപാഠിയല്ലേ, ഈ ദാരിദ്ര്യം ഇവിടെ നിവർത്തിയില്ല, ഭക്ഷണം കഴിക്കാൻ പോലും ഗതിയില്ല എന്ന് പറഞ്ഞ് കുചേലന്റെ ഭാര്യ ഇങ്ങനെ പലപ്പോഴും നിർബന്ധിച്ച് ഞാൻ പോവില്ല, ഞാൻ അവന്റെ അടുത്ത് ഒന്നും ചോദിക്കൂല അല്ലേ, ഈ സങ്കടാവസ്ഥയൊന്നും ഞാൻ അറിയിക്കൂല എന്ന് പറഞ്ഞിരുന്ന അല്ലെ കുചേലനെ നിർബന്ധിച്ച് ഭാര്യ തള്ളിവിടുക. കൃഷ്ണനെ കാണാൻ പോകുമ്പോ എന്തെങ്കിലും കൊണ്ടുപോകണ്ടേ അല്ലേ എന്ന് പറഞ്ഞിട്ട് അവിടുന്ന് ഇവിടുന്നൊക്കെ കൊണ്ടുവന്ന കുറച്ച് നെല്ലൊക്കെ എടുത്ത് കുതിർത്ത് അതെന്ത് ചെയ്തു, ഇടിച്ച് അല്ലെ, ഇടിക്കാൻ കാര്യമൊന്നുമില്ല, എവിടെയൊക്കെ വെച്ച് ഇടിച്ച് കുറെ നെല്ലും കുറെ പതിരും കുറെ അരിയും കുറെ അവരും ഒക്കെ ആക്കിയിട്ട് ഒരു തുണിയിൽ പൊതിഞ്ഞുകൊണ്ട് അവര് എവിടെ പോയി, കുചേലൻ കൃഷ്ണനെ കാണാൻ പോയി. നമ്മൾ കണ്ടില്ലേ കഥ. അപ്പൊ കൃഷ്ണനെ കാണാൻ പോയപ്പോ കൃഷ്ണൻ ദൂരത്ത് തന്നെ കണ്ടപ്പോ കുചേലനെ കണ്ടിട്ട് ഓടിച്ചെന്ന് ചേർത്ത് പിടിച്ചുകൊണ്ട്, ആ സൗഹൃദം നോക്കണം, ചേർത്ത് പിടിച്ച് അവിടെ കൊണ്ടുവന്ന് ഇരുത്തി കാലൊക്കെ കഴുകി അല്ലെ. എന്റെ വീഡിയോസ് ഒക്കെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും, സിനിമാ രൂപത്തിലൊക്കെ ഇറങ്ങിയിരുന്നത് അല്ലെ. അവിടെ ഇരുത്തിയിട്ട് ഒന്നും പറഞ്ഞില്ല, കുചേലന്റെ കഥയൊന്നും പറഞ്ഞില്ല, അവിടെ പഴയ കാര്യങ്ങളൊക്കെ പറഞ്ഞ് അല്ലെ വളരെ സന്തോഷത്തോടു കൂടിയിട്ട് അടുത്ത് തന്നെ കൃഷ്ണന്റെ ഭാര്യ ഇരിപ്പുണ്ട്. അവരെല്ലാം കൂടി സ്നേഹിച്ച് സന്തോഷിച്ച് കുറച്ചു നേരം വർത്താനങ്ങളൊക്കെ പറഞ്ഞിട്ട് ഒന്നും ചോദിക്കാതെ അല്ലെ കുചേലൻ എന്ത് ചെയ്യാ, അവിടുന്ന് തിരിച്ചു പോവാ. ഭയങ്കര വിഷമത്തോടെ പോകുന്നു. ഭാര്യ കുറെ കാര്യങ്ങളൊക്കെ പറഞ്ഞു വിട്ടതാണ്, ഒന്നും ചോദിച്ചില്ല. സങ്കടത്തോടെ എന്താ ചോദിക്കുക ഞാൻ അല്ലെ, എങ്ങനെ ചോദിക്കും? ഒന്നും ചോദിക്കാതെ കുചേലൻ അവിടെ നിന്ന് മടങ്ങി. സുഹൃത്തുക്കളെ, കുചേലൻ വീട്ടിലെത്തുമ്പോഴേക്ക് എന്താ അവിടെ സംഭവിച്ചത് അല്ലെ, വലിയ കൊട്ടാരമായി മാറിയിരിക്കുന്ന ഒരു മഹാത്ഭുതം നമ്മൾ പുരാണങ്ങളിൽ വായിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് ബയട്ടോറിയത്തിലേക്ക് നിങ്ങൾ കയറി നിന്നിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് നെഞ്ചോട് ചേർത്ത് പ്രാർത്ഥനയോട് കൂടിയിട്ട് നെഞ്ചിലേറ്റാൻ തയ്യാറുണ്ടെങ്കിൽ
ആ കുചേലിനെ പോലെ അല്ലെ നിങ്ങളും ഒരു കുബേരനായി മാറുന്ന ദിവസം അതിവിദൂരമല്ല എന്നാണ് നമ്മുടെ പുതിയ പ്ലാനിലൂടെ ഇവിടെ സാഗർ സാർ നമ്മുടെ മുമ്പിൽ വരച്ചു കാണിച്ചിരിക്കുന്ന ചിത്രം. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും ഒരു കുബേരന്മാരായി തീരട്ടെ, മഹാകോടീശ്വരന്മാരായി തീരുന്ന കാര്യത്തിൽ ഒരു സംശയവും വേണ്ട. ആത്മാർത്ഥമായിട്ട് ഏറ്റെടുക്കാനുള്ള ഒരു മനസ്സ് വേണം നിങ്ങൾക്ക്. അതാണ് ഇവിടെ വിജയിക്കാനുള്ളത്. ചാഞ്ചാട്ടമുള്ള മനസ്സ്, അപ്പ കാണുന്നതിലൊക്കെ ചാടിപ്പോയി. കൃഷിയല്ല ഡയറക്ട് സെല്ലിങ് എന്ന് പറയുന്നത്. കൃഷി, ഒരു കർഷകൻ പല കൃഷിയും ചെയ്യും. റബ്ബർ നടും, വാഴ നടും, അല്ലെ തെങ്ങ് നടും, ഇഞ്ചി കൃഷി ചെയ്യും, പച്ചമുളക് കൃഷി ചെയ്യും, വെണ്ടക്ക കൃഷി ചെയ്യും. അതല്ല ഡയറക്ട് സെല്ലിംഗ് എന്ന് പറയുന്നത്. കണ്ടതിൽ മുഴുവൻ ആട് കടിക്കുമ്പോൾ പോലെ പോയി കടിച്ചാൽ ഒന്നും ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സ്റ്റിക്ക് ഓൺ ചെയ്യണം, ആർജവത്തോടെ. വേറൊരു കൺസെപ്റ്റിന്റെ പ്ലാൻ പറഞ്ഞാൽ കേൾക്കാൻ പോലും തയ്യാറില്ല എന്ന് പറയണം, അല്ലെ? ഇവിടെ പലരെയും, പല ലേഡീസിനൊക്കെ ചില സുഹൃത്തുക്കൾ വിളിക്കുക, ഐഡിയ അടിച്ച് ഇവിടെ വെച്ചോ, ഇപ്പൊ ടോപ്പിൽ കേറിക്കോ, നാളെ നിങ്ങൾ കോടീശ്വരനാവും. ഇപ്പൊ മനോജും അവരൊക്കെ ആയി കാണുന്നില്ലേ, അതുപോലെ ആകും, വേഗം വാ, ഇവിടെ അടിച്ചു വെച്ചാൽ മതി, നിങ്ങൾ അതന്നെ ചെയ്തോ. 10ഉം 15 ചെയ്യുന്ന ആളുകളുണ്ടെന്നൊക്കെയാണ് പറയുന്നത്. 10ഉം 15 ആളൊന്നും ജീവിതത്തിൽ ഡയറക്ട് സെല്ലിംഗിൽ വിജയിച്ചിട്ടില്ല സുഹൃത്തുക്കളെ. സ്റ്റിക്ക് ഓൺ ചെയ്ത് മുന്നോട്ട് പോകാൻ തയ്യാറാണ്. അങ്ങനെ പറയുമ്പോഴും എന്റെ ഐഡിയ അടിക്കണ്ട, എനിക്ക് താല്പര്യമില്ല, ഞാൻ ബയോട്ടോറിയത്തിൽ മാത്രമേ വർക്ക് ചെയ്യുന്നുള്ളൂ പറയാനുള്ള ഒരു ആർജവം നിങ്ങൾക്ക് ഉണ്ടാകണം. പലരും ആർജവം കാണിക്കുന്നുണ്ട്. നിങ്ങളുടെ ടീമിനെ ഓരോരുത്തരെയും വിളിച്ചു പറയണം, പുതിയ കമ്പനികൾ ഇനിയും വരും ഇവിടെ. പക്ഷെ ഇതുപോലെ വിസ്മയം സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കുന്ന, ഇല്ലേ, ഒരേ ഒരു കമ്പനിയും ഒരേ ഒരു CMD മാത്രമേ ഉള്ളൂ. അത് ഡോക്ടർ സാഗർ ജോഷി സാർ നയിക്കുന്ന ഈ ബയോട്ടോറിയമാണ്. നമുക്ക് അഭിമാനത്തോടെ പറയാൻ വേണ്ടി സാധിക്കും സുഹൃത്തുക്കളെ. അതുകൊണ്ട് നെഞ്ചിലേറ്റിക്കൊണ്ട് മുന്നോട്ട് പോകാൻ സാധിക്കണം നിങ്ങൾക്ക്. ഇവിടെ പറഞ്ഞു കഴിഞ്ഞു, ഇല്ലേ, ഒരു വർഷം 365 കോടി, അല്ലെ? ഒരു ദിവസം 1 ലക്ഷമാണെങ്കിൽ ഒരു മാസം 30 ലക്ഷം. ഏത് കമ്പനിയുടെ ഇൻകം പ്ലാൻ ആണ് ഇത്രയും വലിയ ഇൻകം പ്ലാൻ? അത് നേടാൻ പറ്റുന്നതല്ല, ഇവിടെ നേടാൻ പറ്റുന്നതാണ്. പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഞാൻ ഒരു സാധാരണക്കാരനെ ഞാൻ പ്രൂവ് ചെയ്തിട്ടുണ്ട് ഇവിടെ. അതുകൊണ്ട് എന്റെ ജൈത്രയാത്ര ഞാൻ ആരംഭിക്കുകയാണ് നാളെ മുതൽ. വീണ്ടും വീടാന്തരം ഇറങ്ങാൻ വേണ്ടി പോവാ. ഒരു വർഷം കഴിയുമ്പോൾ 3,65,00,000 രൂപ പുതിയ ഇൻകം പ്ലാനിലൂടെ നേടുക എന്ന ഒറ്റ വാശി തന്നെയാണ് എന്നെ സംബന്ധിച്ചിടത്തോളം. അതുപോലത്തെ ഒരു വാശി നിങ്ങളുടെ ഉള്ളിലുണ്ടാകണം. എന്നാൽ മാത്രമേ നിങ്ങൾക്ക് തീപ്പന്തമായിട്ട് ജ്വലിക്കുന്ന നക്ഷത്രമായിട്ട് ഡയറക്ട് സെല്ലിംഗിൽ വിജയിക്കാൻ വേണ്ടി സാധിക്കുള്ളൂ. അല്ലാണ്ട് ഇപ്പൊ മഴയാണെന്നുണ്ട് വീണ്ടും മൂടി പൊതിച്ച് കിടക്കാൻ നിങ്ങൾ പോവുകയാണെങ്കിൽ ഇതേ അവസ്ഥയേ ഉണ്ടാവുള്ളൂ. ഈ വരുമാനമേ അടുത്ത വർഷം കഴിഞ്ഞാലും നിങ്ങളുടെ അക്കൗണ്ടിൽ ഉണ്ടാവുള്ളൂ. അതുകൊണ്ട് ഇന്ന് മുതൽ ഇറങ്ങണം. ഞാൻ ഇന്ന് മുതൽ ഒരു പുനർജന്മം എന്നുള്ള നിലയിൽ ഇന്ന് മുതൽ ഇറങ്ങാൻ വേണ്ടി പോവാ. പുതിയ ആളുകളെ കൊണ്ടുവരും ഞാൻ. നിങ്ങൾ കണ്ടോളൂ, അല്ലെ? വെയിറ്റ് ആൻഡ് വാച്ച്, എന്താ പറയാ, വെയിറ്റ് ആൻഡ് സീ, നിങ്ങൾ കണ്ടോളൂ. അതുപോലെ വിശാലമായ ഒരു ഏരിയ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം സൗഹൃദങ്ങളുണ്ട്, ബന്ധങ്ങളുണ്ട്, അല്ലെ? അവരെല്ലാം ഇതിലേക്ക് ചേർത്ത് പിടിച്ച് ഇറങ്ങാൻ തയ്യാറാകണം സുഹൃത്തുക്കളെ. അത്ഭുതങ്ങൾ സൃഷ്ടിച്ച് കാണിച്ചു കൊടുക്കണം. നമുക്കിവിടെ ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നതാണ്, അല്ലെ? ഓരോ കാലഘട്ടത്തിലും ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നതാണ്. ഓരോ വ്യക്തികളെ രംഗത്തേക്ക് കടന്നു വരുമ്പോഴാണ് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത്. അതുപോലെ ചരിത്രം സൃഷ്ടിക്കാൻ നിങ്ങൾക്കും സാധിക്കണം. നിങ്ങളുടെ പേരുകളും തങ്കലിപികളാൽ, അല്ലെ, ഡയറക്ട് സെല്ലിംഗിന്റെ ചരിത്രം ഭാവിയിൽ നമ്മുടെ കുട്ടികൾ സ്കൂളിൽ പഠിക്കും. ഒരു സംശയവും വേണ്ട ആ കാര്യത്തില്. കാരണം ഇത് ഗവൺമെന്റ് അംഗീകരിച്ച ഒരു ഇൻഡസ്ട്രിയാണ്. ഇനി വരും ഭാവിയിൽ സാധാരണക്കാരന്റെ കുട്ടികൾ മുതൽ പണക്കാരന്റെ കുട്ടികൾ മുതൽ കടന്നു വരാൻ വേണ്ടി പോകുന്ന ഒരു ഇൻഡസ്ട്രിയാണ് ഡയറക്ട് സെല്ലിംഗ് ഇൻഡസ്ട്രി. ഇതിന്റെ ചരിത്രം ഭാവിയിൽ സ്കൂളുകളിൽ പാഠ്യവിഷയമായിരിക്കും. എന്ന് നമ്മുടെ സ്വാതന്ത്ര്യ സമര ചരിത്രം പഠിപ്പിക്കും പോലെ ഡയറക്ട് സെല്ലിംഗ് ചരിത്രം പഠിപ്പിക്കുമ്പോ ആ താളുകൾ മറിക്കുമ്പോ സ്കറിയ പാസ്റ്റർ, അല്ലെ, അദ്ദേഹം ഇതിനകത്തേക്ക് കടന്നു വന്നതും കോടാനുകോടി രൂപയുടെ സമാഹരിച്ചതും, ഇല്ലേ, ചാരിറ്റി പ്രവർത്തനം നടത്തിയതും ആ പണം കൊണ്ട് എന്തെല്ലാം ചെയ്തു മുതലായ കാര്യങ്ങൾ കോടാനുകോടി രൂപ നേടാനുള്ള അവസരം ഇവിടെ ഉണ്ട് എന്നുള്ളതാണ്. ആ അവസരത്തെ ഉപയോഗിക്കാൻ നിങ്ങൾ തയ്യാറാകണം. 3,65,00,000 രൂപ ഒരു ഐഡിയിലൂടെ നിങ്ങൾക്ക് നേടാം. 3 ഐഡി നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ നാളെ സ്റ്റാർട്ട് ചെയ്യാനല്ല പറയുന്നത്. ഇൻ ഫ്യൂച്ചർ ഒരു വർഷം 11 കോടി രൂപ നേടാനുള്ള അവസരമാണ് ഇവിടെ. ഒരു വർഷം 11 കോടി നേടാനുള്ള അവസരമാണ്. എന്താണ് ഇവിടെ ചെയ്യാനുള്ളത്? നമ്മൾ കിട്ടിയ അവസരത്തെ ഷെയർ ചെയ്യുക, ആളുകളിലേക്ക് എത്തിക്കുക എന്ന് മാത്രം ചെയ്താൽ മതി. 11 കോടി രൂപ വേണമെങ്കിൽ ഒരു വർഷം കൊണ്ട് നേടാം. കണ്ണ് തുറക്കുന്നുണ്ടോ? മനസ്സിലാകുന്നുണ്ടോ വല്ലതും? ഇനി വേണ്ട, ഇതൊന്നും ചെയ്യാൻ പറ്റൂല. നിങ്ങൾക്ക് ഇതിന്റെ 50% നിങ്ങൾക്ക് ചെയ്താൽ പോലും നിങ്ങൾക്ക് 1,80,00,000 രൂപ നേടാം. 50% ചെയ്യാനുള്ള മനസ്സ് കാണിക്കണമെന്നാണ് ഈ സുപ്രഭാതത്തിൽ വിനയത്തോടെ അഭ്യർത്ഥിക്കാനുള്ള. അവസരങ്ങൾ മാത്രമേ ലൈഫിൽ ഉണ്ടാവുള്ളൂ. സാധ്യതകളും അവസരങ്ങളുടെ കലയാണ് ജീവിതം എന്ന് പറയുന്നത്. ഞാൻ എപ്പോഴും പറയും പോലെ, അല്ലെ, ലൈഫ് ഈസ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റീസ് ആൻഡ് പോസിബിലിറ്റീസ്. അത് ആരൊക്കെ ഏറ്റെടുക്കുന്നുണ്ടോ അവരാണ് ചരിത്രം സൃഷ്ടിക്കപ്പെടുന്നത്. അതുകൊണ്ട് 50% പണിതാൽ പോലും നമുക്ക് 1,80,00,000 രൂപ നേടാൻ വേണ്ടി സാധിക്കും. വേണ്ട, നിങ്ങൾ 25% പണിതാൽ പോലും നിങ്ങൾക്ക് 90 ലക്ഷം, 1 കോടി രൂപ നേടാൻ വേണ്ടി സാധിക്കും. തെലീംക്കും സാധിക്കും, ആർക്കും സാധിക്കും. ഒരു സംശയം വേണ്ട. 10% പണിതാൽ എത്ര കിട്ടും? 38.5 ലക്ഷം കിട്ടും. 5% പണിതാൽ എത്ര കിട്ടും? 5% പണിതാൽ പോലും കിട്ടും നിങ്ങൾക്ക് ഏകദേശം 19 ലക്ഷം രൂപ കിട്ടൂലേ?
19 ലക്ഷം രൂപ കിട്ടില്ലേ? എന്നാലും മാസം എത്രയായി? മാസം 1.5 ലക്ഷത്തിൽ കൂടുതലായി. ഒരു IAS കാരന്റെ, ഒരു IPS കാരന്റെ, ഒരു ചാർട്ടേഡ് അക്കൗണ്ടിന്റെ ശമ്പളത്തെക്കാൾ കൂടുതൽ 5% പണി ചെയ്താൽ പോലും കിട്ടും എന്റെ പൊന്നു സുഹൃത്തുക്കളെ. 1% പണിതാൽ പോലും നിങ്ങൾക്ക് 3,60,000 രൂപ കിട്ടും. മാസം 30,000 രൂപ കിട്ടും. നമ്മുടെ സഹോദരിമാർ തുണിക്കടയിൽ പോയി നിന്നാ കൊടുക്കുന്നത് 5,000, 10,000, 12,000 രൂപയാണ്. അപ്പൊ 1% പണിതാൽ പോലും നമുക്ക് 3,60,000 രൂപ ഒരു വർഷം ഒരു വീട്ടമ്മക്ക് സിമ്പിൾ ആയിട്ട് നേടാൻ പറ്റുന്ന സൂപ്പർ ഒരു ധമാക്ക പ്ലാനാണ് നാളെ ഇംപ്ലിമെന്റ് ചെയ്യാൻ വേണ്ടി പോകുന്നത്. ഇനിയും കിടന്നുറങ്ങിയിട്ട് ബയോടോറിയത്തിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല, അപ്ലൈൻ ലീഡേഴ്സിന് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. എനിക്കൊരു അപ്ലൈനും ഇല്ല, ഒന്നുമില്ല, അന്നുമില്ല, ഇന്നുമില്ല, എന്നുമില്ല. ഒറ്റക്ക് നെഞ്ചി വിരിച്ചു നിന്നിട്ട് ആവേശത്തോടെ ജനങ്ങളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള ധൈര്യം, ആത്മധൈര്യം, കോൺഫിഡൻസ് നിങ്ങൾക്ക് ഉണ്ടാകണം. നിങ്ങളെ സക്സസ് സ്റ്റാർട്ട് ചെയ്യുന്നത് നിങ്ങളുടെ കോൺഫിഡൻസിൽ നിന്നാണ്. ഇന്നലെ പറഞ്ഞ പോലെ അതുകൊണ്ട് ഏറ്റെടുത്തിട്ട് മുന്നോട്ട് പോവുക. വിജയം നിങ്ങളുടേതാണെന്ന് മാത്രം പറഞ്ഞുകൊണ്ട് എല്ലാവർക്കും ഒരിക്കൽ കൂടി വിജയാശംസകൾ നേർന്നുകൊണ്ട് വസന്തം വിരിയണമെങ്കിൽ എന്ത് വേണം? ഈ പ്രകൃതി വിരിയിക്കും വസന്തം മഴക്കാലവും വേനൽക്കാലവും ഒക്കെ വരും. എന്നാലും പ്രകൃതിക്ക് ഒരു നിയമമുണ്ട് എന്റെ പൊന്നു സുഹൃത്തുക്കളെ. എപ്പോഴും മഴക്കാലമല്ല, എപ്പോഴും വേനൽക്കാലമല്ല, വസന്തവും ഈ പ്രകൃതി വിരിയിക്കാറുണ്ട്. അങ്ങനെ നമ്മുടെ ജീവിതത്തിലേക്ക് വന്ന വസന്തമാണ് ഈ ബയോടോറിയം എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ആ വസന്തത്തെ വരവേൽക്കാൻ വേണ്ടിയിട്ടുള്ള ഒരു മനസ്സോട് കൂടിയിട്ട് ഇതിനെ ഏറ്റെടുക്കാനുള്ള ആവേശവും ഊർജവും മനസ്സും നിങ്ങൾക്കുണ്ടെങ്കിൽ നമുക്കിവിടെ അത്ഭുതങ്ങൾ ക്രിയേറ്റ് ചെയ്യാൻ വേണ്ടി സാധിക്കും. ഒരു ആരോഗ്യ കേരളത്തെ, ഒരു സാമ്പത്തിക കേരളത്തെ, സാഗർ സാർ ഉദ്ദേശിക്കുന്ന ഒരു ഹെൽത്തി ഇന്ത്യ, വെൽത്തി ഇന്ത്യ നമുക്ക് സൃഷ്ടിച്ചെടുക്കാൻ വേണ്ടി സാധിക്കും. അതിനുള്ള ഒരു പങ്കാളികളായിട്ട് മാറാനുള്ള ഒരു പോരാട്ടം നടത്താനുള്ള ഒരു ആത്മവീര്യം നിങ്ങളിൽ ഉണരണം എന്ന് മാത്രം ഈ സുപ്രഭാതത്തിൽ അഭ്യർത്ഥിച്ചുകൊണ്ട് എല്ലാവർക്കും വിജയാശംസകൾ നേർന്നുകൊണ്ട് ഇതുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഡൗട്ടുകൾ ഉണ്ടെങ്കിൽ എന്റെ പേഴ്സണൽ വാട്സപ്പിലേക്ക് അയക്കുക. എല്ലാത്തിനും ഞാൻ ഉത്തരം തരുന്നതായിരിക്കും. അതേപോലെ ഞങ്ങൾക്ക് കഴിഞ്ഞ ദിവസം നമ്മൾ അനൗൺസ് ചെയ്ത ജൂണിൽ 30,000 രൂപ വാങ്ങിച്ച ആളുകൾക്ക് ഒരു ട്രെയിനിങ് സെഷൻ നമ്മൾ അടുത്തേക്ക് പ്ലാൻ ചെയ്യും. അത് അച്ചീവ് ചെയ്തവരുണ്ടെങ്കിൽ അവർ സ്ക്രീൻഷോട്ട് ഇന്ന് എടുക്കണം. ഇന്നെടുത്തിട്ട് എനിക്ക് ഇന്ന് തന്നെ അയക്കണം. ഇവരെ മാത്രമേ പരിഗണിക്കുള്ളൂ. 30,000 30 ഡേയ്സ് ഇൻകം, 30 ദിവസത്തെ ഇൻകം. 28ാമത്തെ ഓപ്ഷനിൽ പോവുക ഡാഷ്ബോർഡിൽ. ആ ഇൻകം കിട്ടിയവർ എന്നെ അറിയിക്കുക. കുറെ പേര് അയച്ചു തന്നിട്ടുണ്ട്. അവർക്കുള്ള ഒരു പ്രത്യേക ട്രെയിനിങ് നമ്മൾ വെക്കുന്നതാണ്. ഈ പ്ലാൻ വന്നതിനോട് കൂടിയിട്ട് അടുത്ത മാസത്തെ ടാർഗറ്റും കൂടെ ഞാൻ ഇപ്പൊ തന്നെ അനൗൺസ് ചെയ്യാണ്. ഈ ജൂലൈ 31 ഈ മാസം ജൂലൈ 31 ആകുമ്പോഴേക്ക് എല്ലാവരും 50,000 രൂപ വരുമാനം വാങ്ങണം. എന്റെ ടാർഗറ്റ് വെച്ചിട്ടില്ല കേട്ടാ. 50,000 രൂപ വരുമാനം വാങ്ങണം. ആരും റെഡി? റെഡിയുള്ളവരൊക്കെ ഒന്ന് ചാറ്റ് ചെയ്യുക, എസ് അടിക്കുക, അല്ലെങ്കിൽ നിങ്ങൾ ലൈക്ക് അടിക്കുക. 50,000 രൂപ ജൂലൈ മാസത്തെ ടാർഗറ്റാണ്. ഇന്ന് 1-ാം തീയതിയാണ്. ഇന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും ടാർഗറ്റ് വരികയാണ്. 50,000 രൂപയുടെ ടാർഗറ്റാണ് ഇപ്പൊ ഞാനിപ്പോ അനൗൺസ് ചെയ്തത്. അതിന്റെ പേഴ്സണൽ വെച്ചിട്ടുള്ള ഒരു പ്രോഗ്രാം ആയിരിക്കും. എന്താണെന്ന് നമ്മൾ പിന്നീട് അനൗൺസ് ചെയ്യും. എല്ലാവരും ഈ മാസത്തെ ടാർഗറ്റ് 50,000. രാധാമയുടെ എസ് അടിച്ചിട്ടുണ്ട്, റേനുകൾ അടിച്ചിട്ടുണ്ട്. അങ്ങനെ ഓരോരാളും നിങ്ങളവിടെ ലൈക്ക് അടിച്ച് വിടുക. നിങ്ങൾക്ക് 50,000 ഈ മാസം അച്ചീവ് ചെയ്യണം എല്ലാവരും. ഇന്ന് വഴക്ക് തുടങ്ങുകയാണ്. ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ് ഇന്ന് സ്റ്റാർട്ട് ചെയ്യാണ്. ഇന്ന് മുതൽ വരുന്ന വരുമാനം കാൽക്കുലേറ്റ് ചെയ്യും. 30 ഡേയ്സ് ഇൻകം 50,000 രൂപ. അതിൽ കുറഞ്ഞ ഒരു എക്സ്ക്യൂസും ഇല്ല. അടുത്ത മാസം നമ്മൾ 1 ലക്ഷത്തിലേക്ക് എത്തും. പിറ്റത്തെ മാസം 2 ലക്ഷത്തിലേക്ക് എത്തും. പിറ്റത്തെ മാസം 4 ലക്ഷത്തിലേക്ക് എത്തും. ഈ പോവുകയാണെങ്കിൽ ഉറപ്പായിട്ടും 2027 ഈ പറഞ്ഞ കണക്ക് ജൂലൈ ആകുമ്പോഴേക്കും നിങ്ങളുടെ കോഴിക്കോട് BOP ആണ്. ആ പ്രദേശത്തുള്ള ആളുകൾ മുഴുവൻ ആ കോഴിക്കോട് BOP-യിലേക്ക് എത്തണം. പ്രോഗ്രാം സെന്ററുകളിൽ നിറഞ്ഞു കവിയും. 10 മണിക്ക് തന്നെ അവിടെ പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്യാണ് കോഴിക്കോട് നമ്മളിപ്പം കൃത്യമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് എല്ലാവരും നാളത്തെ ആ പ്രോഗ്രാമിൽ എത്തണം. ഇനി എല്ലാ ജോലികളും താൽക്കാലികമായി മാറ്റിവെച്ചുകൊണ്ട് ഒരു 6 മാസത്തേക്ക് ലീവ് എടുക്കുക. ജോലിക്ക് പോകുന്ന ആളുകളോട് എനിക്ക് അഭ്യർത്ഥിക്കാനുള്ളത്, ജോലി റിസൈൻ ചെയ്യാൻ ഒരിക്കലും ഞാൻ പറയില്ല. 6 മാസത്തേക്ക് ലീവ് എടുത്തുകൊണ്ട് നിങ്ങൾ സജീവമായിട്ട് ഇതിനകത്ത് ഇറങ്ങിയാണെങ്കിൽ വലിയ അത്ഭുതങ്ങൾ സൃഷ്ടിക്കാൻ വേണ്ടി സാധിക്കും. അത് സാധിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ, വിജയാശംസകളോടെ എല്ലാം തന്നെ നമ്മളെപ്പോഴും കോഴിമുട്ടയുടെ കഥ പറയും പോലെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വിരിഞ്ഞ് പുറത്തേക്ക് വരണം. എന്നാൽ മാത്രമേ അതിന് ജീവൻ ഉണ്ടാവുള്ളൂ. അല്ലാണ്ട് ഞാനിങ്ങനെ വാദോരാതെ പ്രസംഗിച്ചൊരു കാര്യമില്ല എന്റെ പൊന്നു സുഹൃത്തുക്കളെ. അതുകൊണ്ട് നിങ്ങളുടെ ഉള്ളിൽ നിന്ന് ഒരു വിജയായി മാറാനുള്ള ഒരു മൈൻഡ് സെറ്റ് നിങ്ങൾക്ക് ഉണ്ടാകട്ടെ, ലയൺ മൈൻഡ് സെറ്റ് ഉണ്ടാകട്ടെ എന്ന് മാത്രം പ്രാർത്ഥനയോടെ നിർത്തട്ടെ. താങ്ക് യു വെരി മച്ച്. താങ്ക് യു സോ മച്ച്. ഈ ഒരു അവസരം തന്ന KBC ഗ്രൂപ്പിന് നന്ദി. താങ്ക് യു സോ മച്ച്.